സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു സിനിമ പോലെയാണ്. ഇപ്പം വാഴ 1-ലും 2-ലൊക്കെ ആൺകുട്ടികളുടെ പരിപാടികളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രശ്നസേ അത് തന്നെയാണ്. അൽഫോൺസ് പുത്രൻ തന്നെ ഒരു ഡയറക്ടറാണ്, അദ്ദേഹം ഒരു എഡിറ്ററാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്സ് നിങ്ങൾക്ക് വേറെ ചില ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും, പക്ഷേ ആളൊരിക്കലാണ്. ഞങ്ങൾ 3 പേരും അൽഫോൺസ് പുത്രൻ്റെ ഭയങ്കര ഫാൻസാണ്. സർപ്രൈസ് ഉണ്ട്. വിഷു ലാലേട്ടൻ പറയും ഞങ്ങൾ നമുക്ക് വിചാരിക്കാമെന്നല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സ്പീക്കറിൽ നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ വരുവാണ്, ലാലേട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഈ സൗണ്ട് എവിടെ നിന്നാണെന്നുള്ള ടെൻഷനാണ് ഞങ്ങൾക്ക് മൊത്തം. വിഭിജനാണെന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ ഒരു പാട്ട് വേണം. അപ്പോൾ നമ്മൾ കുറേ പാട്ടുകളൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു പാട്ടാണിത്. ഇതിൻ്റെ തന്നെ റീമിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തതും എല്ലാം ചെയ്തത്. വിജയനായാലും സൈനാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം, എഡിറ്റിലായാലും ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്താലും വിഭിചാറിന് ഭയങ്കര സപ്പോർട്ടാണ്. ബേസിക്കലി വിഭിചാറിന് എഡിറ്ററാണ്. ശ്രീനാഥേട്ടൻ പോകുമ്പോൾ നോക്കി നിൽക്കുന്ന ഷോട്ട് അലൻ ബ്രീത്ത് ചെയ്യാണ്ട് നോക്കി നിൽക്കുന്നു. നമുക്കത് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ വായിന്നിങ്ങനെ പുക വരും. അപ്പോൾ അതിങ്ങനെ അപ്പോൾ സഞ്ജയൻ പറയുന്നത് ബ്രീത്ത് ചെയ്യരുത്, അങ്ങനെ പറഞ്ഞിട്ട് നിർത്താം. നമുക്കത് അങ്ങനത്തെ ഒരു പരിപാടി നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചില്ല. ഇത് ചലഞ്ചിങ് ആണ് ഈ ക്ലൈമാക്സിൻ്റെ എഡിറ്റ്. മീൻസ് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, എല്ലാവരും ഈക്വലായിട്ട് കാണിക്കണം. പിന്നെ അതിനിടയ്ക്ക് അച്ഛൻ മകൻ്റെ ഇമോഷൻ വരണം. പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു ആ സീക്വൻസ് ഫുൾ എഡിറ്റ് ചെയ്ത് മകനെ എന്നുള്ള പാട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 കട്ടുണ്ടല്ലോ, ടക്ക് ടക്ക് ടക്ക്, അത് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കട്ടായിട്ട് തന്നെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു 4 പേരുടെ ഉണ്ടായിരുന്നു. ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത് ജോമോൻ തന്നെയാണ്. ഇന്ന് എന്നോടൊപ്പം ഒരു 3 സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. മലയാളത്തിൽ ട്രെൻഡ് സെറ്ററായ വാഴ സിനിമയുടെ സംവിധായകൻ സവിൻ, എഡിറ്റർ കണ്ണൻ മോഹൻ, ക്യാമറമാൻ അഖിൽ ലൈലാസുരൻ. വാഴ ഒരുക്കിയാളും പകർത്തിയാളും വെട്ടിയാളും അല്ലേ? ഇപ്പോൾ ഒരു സിനിമയുടെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ്റെ വിഷൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വലിയൊരു കൊളാബറേഷൻ വേണം, വലിയൊരു സംഘം വേണം. അപ്പോൾ ഓരോ ഡയറക്ടർക്കും ഓരോ പ്രോസസ്സായിരിക്കും. ഇപ്പോൾ സവിനെ സംബന്ധിച്ചിടത്തോളം സവിൻ്റെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് കാണുമല്ലോ. അതായത് ഇവരെയൊക്കെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യിപ്പിച്ചത്? ആ ഒരു ഇപ്പം ഓരോ ഡയറക്ടർക്കും ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിരിക്കും ആ ഒരു കൺവിൻസ് ചെയ്യുന്ന പ്രോസസ്സ്. സവിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അങ്ങനെ പ്രത്യേകം പ്രോസസ്സിങ് ഒന്നുമില്ല. എനിക്കെന്താണോ തോന്നുന്നത് അത് ഞാനിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ ഓക്കെ എന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ അതല്ല നമുക്ക് വേറെ പരിപാടികൾ നോക്കാം. അപ്പോൾ എന്താണ് അത് ഇപ്പം അല്ലെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, എന്തുകൊണ്ടാണ് അതല്ല എന്നുള്ളത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാറുണ്ടല്ലോ. അങ്ങനെ എല്ലാവരെയും ഒന്ന് കൂടെ നിർത്താൻ നോക്കും. അല്ല, അതാണ് ഏറ്റവും ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് അല്ലേ? ഒരു സംവിധായകൻ്റെ വിഷനോടൊപ്പം എല്ലാവരെയും കൂടെ നിർത്തുക എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയായിരുന്നു? കാരണം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ടേബിളിൽ എത്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ ക്യാമറാമാനാണല്ലോ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് സംവിധായകനോട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സവിൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, നിങ്ങൾ എത്രത്തോളം അതിൽ കൺവിൻസ്ഡ് ആയിരുന്നു? നിങ്ങളതായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള സജഷൻസ് ഒക്കെ പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നോ? ഉണ്ട്. നമ്മുടെ അതെ നമ്മുടെ ഓരോ സീൻ പറയുന്നതിന് മുമ്പ് അതിൻ്റെ എന്താണ് ചെയ്യാൻ പോകണമെന്ന് നമ്മുടെ ആദ്യം അടുത്ത് പറയും. ഇപ്പോൾ എഡിറ്റിൻ്റെ എങ്ങനെയെന്ന് വരാമെന്നും ഒക്കെ നമുക്ക് സംസാരിച്ചു. എല്ലാ സീനും അങ്ങനെ തന്നെ സംസാരിച്ചും എല്ലാവരും കുറിച്ച് ആലോചിച്ചിട്ടാണ് സീൻസ് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ എക്സ്ട്രാ സീൻസ് ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും സംസാരിക്കും. അതെങ്ങനെ വരുന്നു, അപ്പം നമ്മൾ പറഞ്ഞ ഷൂട്ട് ചെയ്യും, പിന്നെ ആലോചിക്കാം. അങ്ങനെ ഒരു കൂട്ടായ ചർച്ചയിലൂടെ തന്നെയാണ് പരിപാടിയെല്ലാം. ഇപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോമഡിയിൽ നിന്നാണല്ലോ ഇമോഷണൽ നെറേറ്റീവിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ ചിരി ഉണ്ടായ ഒരു സീനെന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിനുള്ളിലെ സീനായിരുന്നു. ആ സീൻ എനിക്ക് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നായിരുന്നു. കാരണം പല ഡയറക്ഷനിൽ നിന്നാണ് ഈ ഡയലോഗുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ എങ്ങനെയായിരുന്നു? അതിൻ്റെ ക്യാമറ, അതിൻ്റെ എഡിറ്റ്, അതൊക്കെ എങ്ങനെയായിരുന്നു? സ്ക്രിപ്റ്റ് ചെയ്യുന്ന ടൈമുണ്ടല്ലോ, അപ്പോൾ അതിലിപ്പം വിഭിജൻ്റെ കൂടെ ഒരു 3-4 ആൾക്കാരുണ്ട്. നാഷിദ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ജയജയുടെ കോറൈറ്ററാണ്. പിന്നെ വിശ്വൻ ഇപ്പം വാഴ 3 ചെയ്യുന്ന അവനാണ്. പിന്നെ രോഹിത്, നിതിൻ, ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ റീലൊക്കെ ചെയ്യുന്ന വാഴ 2 തന്നെ മറ്റേ ആ കാറ്ററിംഗ് കാരനാണ് ആള്. അപ്പം ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് വരുമ്പം വലിയ അറിയാം. ഇപ്പം ഈ സീൻ ഷൂട്ട് ചെയ്യുന്നത് ആണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ഈ സീൻ വർക്കായെങ്കിലും മുന്നോട്ട് പരിപാടികൾ പോകത്തുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പല കാരണം അത് കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു ആ ഷോ. തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ. അതിൽ ഇത് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തിയത് എഡിറ്റർ തന്നെയാണ്. ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര ലെങ്തിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. കാരണം ഒരിക്കലും അങ്ങനെ സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സീൻ അല്ലായിരുന്നു അത്.
ഇപ്പം പറഞ്ഞ ഡയലോഗ്സ് നമ്മൾ പറയുന്നതിനേക്കാൾ മുകളിലായിരിക്കും അവർ പറയുന്നത്. അപ്പം അവരുടെ തന്നെ ഇൻപുട്ടുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവൻ രണ്ടുപേരും കൂടെ. പിന്നെ ഇവര് 4 ഇപ്പൊ അതിൻ്റെ അകത്ത് ആണ് പുതിയതായിട്ട് അല്ലമീൻ എന്ന് പറഞ്ഞ ടീം, അവരുടെ ഗ്യാങ് വരുന്നത്, നാഷർ വരുന്നത്, പിന്നെ ഒരു പോലീസുകാരൻ. അപ്പം ഇങ്ങനെയൊക്കെയോ. പിന്നെ ഇവരൊക്കെ നമ്മൾ ആദ്യമേ പോയി ലൊക്കേഷൻസ് ഒക്കെ കാണുമ്പോൾ ഒരു സ്റ്റേജിങ് എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ സംസാരിക്കും, ലാസ്റ്റ് എൻ്റെ പരിപാടി എങ്ങനെ വരും, അപ്പോൾ അതിനെയൊക്കെ പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ചിട്ടുള്ളൊരു തിയേറ്ററാണ് കിട്ടിയത്. ഏത് തിയേറ്റർ ആയിരുന്നു അത്? ഇത് ഇരിങ്ങാലക്കുടയുള്ള മാസം എന്ന് പറഞ്ഞ തിയേറ്റർ. ഓക്കെ. അതിൻ്റെ ഒരു ക്യാമറ വർക്ക് എങ്ങനെയായിരുന്നു? കാരണം തിയേറ്ററിനുള്ളിലുള്ള ഒരു ഷോട്ടാണ്, മാത്രമല്ല ഇതുപോലെ തന്നെ പല ഡയറക്ഷനിലുള്ള ആൾക്കാർ സംസാരിക്കുന്നു. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ക്യാമറ വർക്ക് എങ്ങനെയായിരുന്നു? അത് നമുക്ക് ആക്ച്വലി ഇത് കുറച്ച് പരിമിതികൾ, നമ്മൾ ലൈറ്റ് ചെയ്യാനും അങ്ങനെയുള്ള പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ ഇത്രയും ക്രൗഡ് ആയതുകൊണ്ട് നമുക്കൊരു കുറച്ച് സംജനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ലൈറ്റ് ഓഫ് ആവുന്നതും ഒരു ഓൺ ആവുന്നതും അങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്യണമെന്ന്. ചലഞ്ചിങ് സംബന്ധിച്ചോളം അത് നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഓൾറെഡി സംജന പറഞ്ഞു. ലൈറ്റ് അവര് ഇപ്പൊ തെറി വിളിക്കുന്ന സംഭവങ്ങൾക്ക് ഉണ്ടാവുന്നത് ലൈറ്റ് ഓഫ് ആവുന്ന സമയത്തായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ലൈറ്റ് വെക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് അവിടെ ലൈറ്റ് ചെയ്യാനും ലൈറ്റ് വെക്കാനുള്ള ബുദ്ധിമുട്ട്, അത്രയും ഒരു വൈഡ് ഏരിയ കാണിക്കുമ്പോഴൊക്കെ ലൈറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതായിരുന്നു നമുക്ക് ആകെ. ആ പരിമിതി എങ്ങനെയാണ് ഓവർകം ചെയ്ത്? എങ്ങനെയാണ് അത് നമ്മള് കുറച്ച് പ്രാക്ടിക്കൽ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ലൈറ്റ്സ് നമ്മൾ ഓൾറെഡി പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ ഫ്രണ്ടിൽ സപ്പോർട്ട് ചെയ്ത്, കാരണം സ്ക്രീന് ഓഫായിട്ട് തന്നെ മതി, സ്ക്രീൻ ഓൺ ആയിട്ട് കാണണ്ട. സ്ക്രീൻ ഓൺ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല, സ്ക്രീനിലേക്ക് ശ്രദ്ധ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രീനിന്റെ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ കുറച്ച് മേക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് പുറത്തുനിന്നൊരു സോഴ്സ്, അപ്പോൾ ഡോറ് തുറന്ന് പോലീസുകാരൻ വരുമ്പോൾ പുറത്തുനിന്നൊരു സോഴ്സ് ചെയ്തിട്ട് ബാക്കി അകത്തുള്ള പ്രാക്ടിക്കൽസ് വെച്ചിട്ട് അത് ചെറിയൊരു ബ്ലൂ ടോൺ പിടിച്ച് കുറച്ച് അണ്ടറായിട്ട് തന്നെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. മുഖം കാണണം എന്നില്ല, സഞ്ജന പറഞ്ഞു. അവർ നമ്മൾ ഭയങ്കരമായിട്ട് അവരെ കാണണം എന്നില്ല, പോലീസ് തന്നെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് സഞ്ജന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വിപിൻ എഴുതിയതാണോ അതോ ആർട്ടിസ്റ്റുകൾ തന്നെ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് അത് ചീത്തയാണെന്ന് ഒരിക്കലും തോന്നരുത്, പക്ഷെ ചീത്തയായിരിക്കണം. അപ്പോൾ അത് അതിന്റെ ഇൻപുട്ടുകൾ തന്നതെന്ന് വെച്ചാൽ ഇപ്പം അല്ലമീൻ അവരും നന്നായിട്ട് അത് നമുക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് കുറേ പരിപാടികൾ വന്നത്. പിന്നെ ആഷർ, അലൻ, വിനായൻ, അജിൻ, എനിക്കൊന്ന് അജിനാണ് തോന്നുന്നു കുറച്ചുകൂടി അങ്ങനത്തെ പരിപാടികൾ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര കൂട്ടായ ഒരു ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ഒരു അപ്പച്ചനുണ്ടല്ലോ ഇങ്ങനെ, ബാബു എന്ന് പറഞ്ഞ ആള് പോലും നല്ലോണം. നമുക്ക് അങ്ങനത്തെ ഡയലോഗൊന്നും ഇല്ല സ്ക്രിപ്റ്റില്. ഞാൻ ആ സ്പോട്ടിൽ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചു? അല്ലല്ല, നമ്മൾ ഓൾറെഡി കാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗ് പോലും ഉണ്ടല്ലോ ഇങ്ങനെ, ഞാൻ നിങ്ങളെ ഉടുക്കും. അത് ശരിക്കും ആ സ്പോട്ടിലുണ്ടായ പരിപാടികളാണ്. തനിയെ പറഞ്ഞതാ. അപ്പൊ അങ്ങനെ കുറെ അധികം കൂട്ടായ ആൾക്കാരിലുള്ള ശ്രമം കൊണ്ടാണ് അങ്ങനെ ഒരു സീൻ വന്നത്. നമ്മളിങ്ങനെ നേരത്തെ ഇപ്പം നമ്മുടെ ഡയറക്ഷൻ ടീം ആണെങ്കിലും എല്ലാ ആൾക്കാരും ഈ സീനെ പറ്റി നമ്മളിങ്ങനെ സംസാരിക്കല്ലോ. അപ്പം എല്ലാം ഇങ്ങനെ എന്ത് പുതിയ വാക്ക് കൊണ്ടുവരാമെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവരാണെങ്കിലും എല്ലാ രീതിയിലും ഓരോ ഇൻപുട്ട് നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ ആഷർ അല്ലെ ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കും, ഇങ്ങനെയൊക്കെ പറയണം. പിന്നെ കുറേയൊക്കെ ഡബിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ ഒരു ഫോമിലേക്ക് ആക്കിയത് ഇപ്പം ഇവർ രണ്ടുപേരുടെയും ഇതായ പരിപാടികളുണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ ഒരു എഡിറ്റ് എങ്ങനെയായിരുന്നു? കാരണം എനിക്കതിനകത്ത് കൃഷ്ണപ്രസാദിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര കഷ്ടം തോന്നി. ഒരു പോലീസുകാരൻ്റെ അവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എഡിറ്റ് എങ്ങനെയായിരുന്നു? കാരണം ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അതിൻ്റെ ക്യാമറ ചെയ്ത് തന്നെ കുറേ കഷ്ടപ്പെട്ടാണ്, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ ഒരുപാട്, പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്തു. അപ്പം അത് എഡിറ്റേബിളോട്ട് വരുന്നപ്പോൾ അതിൻ്റെ കട്ട് എങ്ങനെയായിരുന്നു? അതിൻ്റെ കട്ട് എന്ന് പറഞ്ഞാൽ ആ സീനാണ് നമ്മൾ പടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇരുന്നൊരു സീൻ. അതും ഒന്ന് വെള്ളടി സീക്വൻസാണ്. സീക്വൻസ് മറ്റേ ദുബായിലുള്ള ഈ തിയേറ്റർ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ അതിനകത്ത് 3-4 ലേയേഴ്സ് ഉണ്ട്. ഒന്ന് കോമഡി പീരീഡ് നടക്കുന്നുണ്ട്, രണ്ടാമത് ഇവർ ജോയിൻ ആകാൻ കാണിക്കണം, മൂന്നാമത് വൾഗർ ആകാൻ പാടില്ല, പിന്നെ കൃഷ്ണപ്രസാദിൻ്റെ കോമഡി വർക്കൗട്ട് ആകണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ സീൻ ഇച്ചിരി വലിയ സീനും കൂടെയാണ്. മീൻസ് ഇപ്പം സ്ക്രിപ്റ്റിൽ എഴുതിയ പോലെ ആ സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ഇവരുടെ ഇൻപുട്ടോടെ എടുത്തിട്ട് വേണം ഇത് ഷൂട്ട് ചെയ്യാൻ. അപ്പം അത് കമ്പാരിറ്റീവ് സീൻ വലിയ സീനായിരുന്നു. പിന്നെ നമ്മൾ ഇരുന്നിട്ടാണ് പിന്നെ എല്ലാം ഇരുന്നിട്ട് പിന്നെ ആലോചിച്ച് നോക്കിയിട്ട് വേണ്ട നല്ല പോർഷൻസ് ഒക്കെ എടുത്ത് വെച്ച്. അപ്പോഴും പ്രശ്നം വെച്ചാൽ കൃഷ്ണപ്രസാദ് പ്രൊഡ്യൂസറിൽ ഒരാൾ പറഞ്ഞടാ ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാനാകരുത്, വൾഗർ ആവരുത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. എഡിറ്റിൽ വന്നപ്പോൾ കോമഡി വർക്കൗട്ട് ചെയ്യാൻ റിയാക്ഷൻ സൈഡാണ് കൂടുതൽ യൂസ് ചെയ്തത്. കൃഷ്ണപ്രസാദിൻ്റെ പുള്ളിയുടെ റിയാക്ഷൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തേക്കുന്നത്, ഡയലോഗ്സ് എല്ലാം ഓവർലാപ്പ് ചെയ്തിട്ട്. അത് ഇച്ചിരി പാടായിരുന്നു ആ സീക്വൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ. ഈ കാസ്റ്റിലെ കൃഷ്ണപ്രസാദ് നേരത്തെ ഉണ്ടായിരുന്നോ? നമ്മൾ കുറേ ആൾക്കാരെ ഇങ്ങനെ എല്ലാ കാസ്റ്റിനും അങ്ങനെ കുറേ അധികം ആൾക്കാരെ നോക്കുന്നുണ്ട്. അങ്ങനെ ഓപ്ഷൻ
വന്നതാണ് കൃഷ്ണപ്രസാദ്. ഇപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ വിപിൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വിപിൻ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച കാര്യങ്ങളെക്കാൾ അതിൻ്റെ അപ്പുറത്തേക്ക് സവിൻ എന്ന ഡയറക്ടർ അത് അതിമനോഹരമായി എക്സിക്യൂട്ട് ചെയ്തു എന്ന്. അതിനകത്ത് എനിക്ക് പോയിന്റഡ് ആയിട്ട് തോന്നിയത് അൽഫോൺസ് പുത്രൻ പറഞ്ഞ ആ ഒരു നെടുനീളൻ ഡയലോഗ് ഉണ്ടല്ലോ. ഒരു പക്ഷേ ആ ഒരു സീൻ ചിലപ്പോൾ പ്രീച്ചായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അങ്ങനെ തോന്നാത്തത് അത് ഡയറക്ഷൻ്റെ കൂടെ മികച്ച രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ് അത് പ്രീച്ചായിട്ട് തോന്നാത്തത്. മാത്രമല്ല അൽഫോൺസ് പുത്രൻ്റെ ആ ഒരു തനി ആലുവക്കാരൻ്റെ ഒരു സ്ലാങ് ഒക്കെ ഉണ്ടല്ലോ, വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം പറയുന്നു. അതും ഒരു മികവാണ്. മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം തോന്നിയത് അൽഫോൺസ് പുത്രൻ്റെ ഇൻട്രോസിൽ ആ ലൈറ്റിൻ്റെ ഷെയ്ഡിങ് കൊണ്ട് മാറില്ലേ, അതൊക്കെ നന്നായിട്ട്. അത് ഇവൻ ഞങ്ങൾ 3 പേരും അൽഫോൺസ് പുത്രൻ്റെ ഭയങ്കര ഫാൻസാണ്. അപ്പോൾ വരുമ്പോൾ മുതലേ അൽഫോൺസ് പുത്രനാണെന്ന് അറിഞ്ഞ ആ മൊമെന്റ് മുതലേ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. ഇവൻ ഇപ്പൊ എനിക്ക് എത്ര ഇഷ്ടമുണ്ട് അത്രയും തന്നെ പുള്ളിയോട് ഇഷ്ടമുള്ള ആൾക്കാരെ ഇവര്. ഇവൻ ഇങ്ങനെ അത് ഇവന്റെ ഐഡിയ ആണ്. അത് കൊള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ചോദിച്ചോളാം ഇത് ഓവറാവോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പരിപാടി വേണം. പക്ഷെ ഈ പറഞ്ഞ ലൈറ്റിങ് അല്ല അതിന്റെ ഷാഡോസ് പരിപാടികളൊക്കെ ക്രിയേറ്റ് ചെയ്ത അവനാണ്. അപ്പം അപ്പോഴും നമുക്ക് ആ ഷൂട്ട് ചെയ്യുമ്പോഴും ഇത് ആൾക്കാർ ചിലപ്പോൾ ഇത് ഒത്തിരി ഓവറായി തോന്നുമോ ഇങ്ങനെ മുഖത്ത്. അപ്പോഴും ഇവനെ എൻ്റെ ഇങ്ങനെ പറിച്ചിട്ടാ ഒരു കുഴപ്പമില്ല ഇത് സെറ്റാണെന്ന് പറയും. എനിക്ക് അവനെ അത്രയും വിശ്വാസമാണ്. ഞാൻ ഓക്കെ സെറ്റ് ചെയ്യാം. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് അവന്റെ മാത്രം കഴിവാണ് ആ പരിപാടി. അല്ല അതെങ്ങനെയാണ് പെട്ടെന്ന് ആ ഒരു തോട്ട് വന്നത് എങ്ങനെയാണ്? കാരണം ആ ഒരു ഫാൻ ബോയ് മൊമെന്റിൽ നിന്ന് വന്നതാണോ? അത് ഇപ്പൊ ഞാൻ സഞ്ചേട്ടനത് ഓൾറെഡി സംസാരിച്ചു. അപ്പോൾ ഞങ്ങള് തമാശക്ക് പറയുന്നത് നമ്മള് പുള്ളീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കണം, നമ്മുടെ പടത്തിലെ ബെസ്റ്റ് ഷോട്ട് ആയിരിക്കണം പുള്ളിക്ക്. പുള്ളിക്ക് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ആദ്യം എടുക്കുന്നത് പുള്ളിയുടെ ബാക്ക് ഷോട്ടിൽ നിന്ന് പുള്ളി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അടിക്കുന്നതിന്റെ ബാക്ക് ഷോട്ടാണ് ആദ്യം ചാർജ് ചെയ്ത് പോകുന്ന സാധനമായിരുന്നു ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ആ പുള്ളിക്ക് വെക്കുന്ന എല്ലാ ഷോട്ടും ദ ബെസ്റ്റ് വെക്കണം എന്നുള്ളത് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. പുള്ളിക്ക് ഒരു ഇൻട്രോ ആയിട്ട് കൊടുക്കണം, അതെങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, അടിക്കുന്നതിൽ തുടങ്ങാം, ജസ്റ്റ് എങ്ങനെ അങ്ങനെ ഒരു ഇപ്പോൾ എന്തെങ്കിലും ഷാഡോ പരിപാടി നൈറ്റാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷാഡോ പരിപാടി വെച്ച് പിടിക്കാം. ബാക്ക് ഷോട്ട് ആയിരിക്കും ആദ്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്ക് ഷോട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇൻട്രോ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു പുള്ളിയുടെ ഒരു ആക്ടിവിറ്റിയിൽ ഒരു പരിപാടി. പുള്ളിയുടെ കണ്ണൊക്കെ ആക്ച്വലി ഭയങ്കര രസമാണ്. അപ്പോൾ ആ കണ്ണ് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പരിപാടി പിടിക്കാം. അത് അങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതന്നെ. അല്ല ഇപ്പോൾ അതിൻ്റെ ആ ഡയലോഗ് ഡെലിവറിയിൽ തന്നെ ഉണ്ടല്ലോ ഇതുപോലെ വളരെ ഡ്രൈ ആയിട്ട് പോകാൻ സാധ്യതയുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ അത് ഷാർപ്പായിട്ടുള്ള എഡിറ്റിങ് ആ സീനിന് ഒരു ഇതുപോലെ ഒരു എനർജി തോന്നുന്നുണ്ട്. വളരെ ക്രിസ്പായിട്ടുള്ള എഡിറ്റിങ്. മാത്രമല്ല ഇന്റർ കട്ട്സ് വരുന്നുണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ഇതെല്ലാം ഈ സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ള സാധനങ്ങളായിരുന്നോ അത് എഡിറ്റ് ടേബിളിൽ നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചാണോ? ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ഒതുക്കിയത് കണ്ണനാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഇന്റർകട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിലും ചെറിയ ചെറിയ രീതി പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും അതൊരു ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള സീനാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്തപ്പോൾ 16-17-18 മിനിറ്റിനടുത്തുണ്ടായിരുന്നല്ലേ? അതെ അതെ. അത് ഇത്രയും അടിപൊളിയായിട്ട് അത് സെറ്റ് ചെയ്തത് കണ്ണനാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ടോക്കി പോർഷൻസ് ആയതുകൊണ്ട് എന്തായാലും ആൾക്കാർക്ക് ഭയങ്കര ഡ്രാഗ് ചെയ്യും, ടക്ക് ടക്ക് ടക്ക്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്റർകട്ട്സ് അതിനകത്ത് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണ്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലസ് ചില ഡയലോഗ്സ് എക്സ്ട്രാ ഇവൻ എനിക്ക് തോന്നുന്നു അൽഫോൺസിൽ വെച്ചിട്ടും എനിക്ക് തോന്നുന്നു അയച്ചേട്ടനെ വെച്ചിട്ടും എക്സ്ട്രാ കുറേ സെയിം ഡയലോഗ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില പോർഷൻസ് ഒക്കെ എഡിറ്റിൽ അങ്ങനെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർകട്ട്സ് ആണെന്ന് സീനിനെ കുറച്ചുകൂടെ അതെ അതെ. കാരണം സാധാരണ നമ്മൾ ഇന്റർകട്ട്സ് ഉപയോഗിക്കുന്നത് കുറച്ചൊരു മുറുക്കം വരാനാണല്ലോ, ഈ ടെൻഷൻ ബിൽഡ് ചെയ്യാനാണ് സാധാരണ നമ്മൾ ഇന്റർകട്ട്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ആ ഇന്റർകട്ട്സ് കാരണം നമുക്ക് ആ സീനിന്റെ ആ ലാഗ് ഒഴിവായി കുറച്ചുകൂടെ നമുക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയായിരുന്നു. ഇപ്പോൾ അൽഫോൺസ് പുത്തന്റെ ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, കാരണം ഇത്രയും ഒരു നെടുനീളൻ ഡയലോഗാണ്. അപ്പോൾ അദ്ദേഹം അത് എങ്ങനെയായിരുന്നു? അദ്ദേഹം അത് മൊത്തം സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് പറയാണോ? സ്പോട്ടിൽ അദ്ദേഹത്തിന്റെ ആളുടേതായ ശ്രമങ്ങൾ ഭയങ്കരമായിരുന്നു. എന്താ പറഞ്ഞാൽ ആൾക്കത് ഒരു നമ്മളെങ്ങനെ സ്കൂളിൽ എക്സാം എഴുതാൻ പഠിക്കുന്നത് അന്ന് ഞാൻ പഠിച്ചില്ലായിരുന്നു. ഈ പടത്തിൽ ഞാൻ എങ്ങനെയാണ് അത്രയും നന്നായിട്ട് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ആളുടെ ഭാഗത്തു നിന്ന് അത്രയും നല്ല ശ്രമങ്ങളുണ്ടായിരുന്നു. അപ്പം ആളൊരു ഭയങ്കര പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ടല്ല നമ്മുടെ മുമ്പിൽ വന്ന് നിന്നതൊന്നും. പക്ഷെ ആള് എന്നാൽ പോലും ആ ചെയ്യുന്ന പരിപാടികൾ ഭയങ്കര അങ്ങേറ്റ ആത്മാർത്ഥമായിട്ട് 100% തരാൻ നോക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ടേക്കോ 2 ടേക്കോ അല്ല അവിടുത്തെ ഇത്. ചിലപ്പം 10ാമത്തെ ടേക്കിലായിരിക്കും അല്ലെങ്കിൽ 15ാമത്തെ ടേക്കിലായിരിക്കും അത് ഓക്കെ ആകുക. പക്ഷെ നമുക്ക് 100% ഉറപ്പുണ്ട് ആളിത് ഓക്കെ ആക്കുമെന്ന്. അതിപ്പം ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു ആൾ വന്നപ്പോഴത്തേക്ക്. പിന്നെ അതുമല്ല എനിക്ക് ഈ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, ആളീ പറഞ്ഞ പരിപാടി സെറ്റ് ആക്കുമെന്ന്.
ഇത്ര ലേറ്റ് ആയാലും ശരി ആളോട് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പം അൽഫോൺസ് പുത്രൻ തന്നെ ഒരു ഡയറക്ടറാണ്, അദ്ദേഹം ഒരു എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്സ് നിങ്ങൾക്ക് അല്ല, വേറെ ചില ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും, പക്ഷേ ആളൊരിക്കലും അങ്ങനെയല്ല. കാരണം ഞങ്ങളാണേലും ഇപ്പം ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആളെ മീറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ. നമുക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ഡയറക്ടറായിരുന്നു. ഞാനും ലൈലും കൂടെ പോകുന്നത്. പോയി ഞങ്ങൾ മറ്റേ പ്രേമത്തിലെ പാട്ടൊക്കെ വെച്ചാൽ ആളെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഷൂട്ട് നാളെയാണ്, ഇന്ന് ഞങ്ങൾ പുള്ളിക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളും ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കയറിയിരിക്കും, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. ഞാനും ഇവനിങ്ങനെ നിൽക്കുന്ന ആള് ഇതാ കുറച്ച് ദൂരം അപ്പുറത്ത് റൂമിൽ അങ്ങേറ്റം നിൽക്കുന്നത്. കണ്ണനും ഉണ്ടായിരുന്നു? ഇല്ല, കണ്ണയില്ല, വന്നില്ല. നല്ല കാര്യത്തിനൊന്നും വരത്തില്ല. കൂടെ പോകത്തെന്തായിരുന്നു? ഇല്ല, ഞാൻ അതൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ നിന്ന് ഞങ്ങൾ ഇപ്പുറത്ത് നിന്ന്, ഞങ്ങളാണെങ്കിൽ അതേ ഇപ്പൊ തന്നെ കുറച്ച് നേരം ഏറെ നേരം നിന്ന്. ഇപ്പൊ 2-3 മിനിറ്റിന് അടുത്ത് ഞങ്ങളിങ്ങനെ മിണ്ടാതെ ഭയങ്കര സൈലൻസാ റൂമിലെല്ലാം. ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, സംസാരിക്കില്ലെന്നല്ല, ഒന്നും സംസാരിക്കാൻ വരുന്നില്ല. ഞങ്ങൾ ഭയങ്കര സന്തോഷം ഭയങ്കര കൂടുതലാണ്. പക്ഷെ അത് എങ്ങനെ ഒന്നും അറിയില്ല. ആളെ നോക്കിയിരുന്നു, ഞങ്ങൾ ആളെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി, ഓ ഇവന്മാരിന്ന് ഇപ്പോൾ നേരം വരെ നിൽക്കുമായിരിക്കുന്നത്. അങ്ങനെ ആൾ തന്നെ ഇങ്ങോട്ട് സംസാരിച്ചു. ഞാൻ ചിലപ്പോൾ എനിക്ക് ഒത്തിരി പറഞ്ഞു ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊന്നും അല്ല, അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെയാണ് സിനിമ. അതിൻ്റെ അകത്ത് ഇപ്പം ഞാനല്ല സംസാരിക്കേണ്ടത്, ഞാനല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ എൻ്റെ പടത്ത് ചെയ്തോളാം. അത് നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ഓർക്കുകയോ വേണ്ട. ഞാനല്ലേ അങ്ങനത്തെ സിനിമ ചെയ്ത ആളാണോ, അല്ലെ ഇങ്ങനത്തെ പരിപാടി ചെയ്ത ആളാണെന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെ നിങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയുകയാണ് ഇപ്പോൾ ആ മീറ്റർ അല്ല കുറച്ചുകൂടെ മീറ്റ് കയറ്റി ചെയ്യണം, അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി വന്ന ആളാണ്. നിങ്ങളപ്പോൾ എന്താ എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ സിനിമയിൽ അങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരു മൂഡൊന്നും പുള്ളി ഒരിക്കലും സെറ്റിലും ഉണ്ടാക്കിയിട്ടില്ല, അല്ലാതെ ഉണ്ടാക്കിയില്ല. പേഴ്സണലി നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെ പറഞ്ഞ് അപ്പം തന്നെ ഞാൻ ചെന്നു, ഓക്കെ ഏട്ടാ ശരി നാളെ കാണാമെന്ന് പറഞ്ഞ് ഷെയ്ഖിനോട് ഞങ്ങളൊന്നും മിണ്ടാ വലിയ ഇറങ്ങി പോയത്. ഇപ്പൊ സിനിമ കണ്ടിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറഞ്ഞു? ഞാൻ കണ്ടത് തിയേറ്ററിൽ വെച്ചിട്ടാണ്. കൊള്ളാടാന്ന് മാത്രം അങ്ങനെ അങ്ങ് പറഞ്ഞ ആളല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് ഓക്കെ കൊള്ളാം എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ സിനിമയിലെ മറ്റൊരു സീൻ എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഈ തിയേറ്ററിൽ പിടിച്ചിരുന്ന് കാണാമെന്ന് പറയുമല്ലോ, പ്രത്യേകിച്ചും +2 പഠിക്കുന്ന പിള്ളേരാണ്, അവരുടെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം ആർട്ടിസ്റ്റുകൾ എഫേർട്ട് എടുത്ത്, ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ക്യാമറമാൻ അത് ഇങ്ങനെ പകർത്തി എന്നുള്ളതല്ലോ, പിന്നെ സവിൻ അതെങ്ങനെ കോറിയോഗ്രാഫി ചെയ്തു എന്നുള്ളത്, ശരിക്കും അതെങ്ങനെ അത് ചെയ്തു എന്നുള്ളത് നമ്മൾ എപ്പോഴും ആ സീൻ കാണുമ്പോൾ നമുക്ക് ഒരു ചിന്ത വരും. ശരിക്കും ഫൈറ്റ് മാസ്റ്റർ ഒരാളുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഒരു കോറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഒരു മൂഡിലേക്ക് എത്തണമെന്ന് മാത്രമല്ല, ഭയങ്കര ഒരു രാക്ഷസീയ ഭാവം, മീൻസ് അത്രയും ഭയങ്കര വൈൽഡായിട്ട് അവർ പെരുമാറണം. ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ അത്രയും, കാരണം മുന്നും പിന്നും നോക്കാതുള്ള ഫൈറ്റ് ആയിരിക്കും. അല്ല അതിനൊരു കൊറിയോഗ്രാഫി പരിപാടിയേക്കാൾ ഉപരി ഭയങ്കര ഭ്രാന്തമായിട്ട് ചെയ്യുന്നൊരു പരിപാടി ആയിരിക്കണം. ഉള്ളി കിടക്കുന്ന സാധനത്തിന്റെ അതിന്റെ ഒരു പവർ അങ്ങനെ ആയിരിക്കില്ല, അത്രയും ഭ്രാന്തമായിട്ടായിരിക്കും ചെയ്യുന്നതെന്ന് നമ്മൾ തോന്നലാണ്. അങ്ങനെ ആകണം, അല്ലെ അങ്ങനെ ആയിരിക്കും എന്നുള്ള തോന്നലിലാണ് ഇങ്ങനെ പരിപാടി. ഇപ്പം ഞാനാണെങ്കിലും ലൈലുവാണേലും കണ്ണനാണെങ്കിലും അതിന് ഓരോ സെക്ഷനിൽ അതിൻ്റെ എഫേർട്ടുകളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ല, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാമറ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മൾ ക്യാമറ അല്ല, ഇത് ഭയങ്കര കാണുമ്പോൾ കൊറിയോഗ്രാഫി ചെയ്ത പോലെ തോന്നരുത് സഞ്ജൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ 1-2 ലെൻസിങ് പീരീഡിൽ മാത്രം ഇങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ നോർമൽ പീരീഡ്. അല്ല, അതിനകത്ത് ഇപ്പോൾ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ആർട്ടിസ്റ്റുകളെ കൊണ്ട്, കാരണം അവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ്. അല്ല, അതിനു മുമ്പ് നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഫൈറ്റിനെ പറ്റി നമുക്കറിയാം. അപ്പൊ ഇതിനു മുമ്പ് ആ മണിച്ചേട്ടന്റെ പാട്ട് ഏരിയ ഉണ്ടല്ലോ, അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാസ്റ്റർ സപ്പോർട്ട് ഒക്കെ ഒന്ന് കുറവാണ്. എനിക്കൊന്ന് ആദ്യത്തെ ഒരു ഫൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നത് തന്നെ. അപ്പോൾ അവരാണേലും അങ്ങനെ വലിയ ഷൂട്ട് ചെയ്യുന്ന പരിപാടിയില്ല, ആൾക്കാരോട് ഇങ്ങനെ നിങ്ങൾ ശാന്തരാകണം, അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് ഫൈറ്റ് പരിപാടികളൊക്കെ പഠിപ്പിച്ച് അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല, 2 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഓ അടിച്ചോ അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ലൈവായിട്ടായിരുന്നു ആ പരിപാടികളൊക്കെ പോയത്. അപ്പം അതിൻ്റെ അത് നന്നായിട്ട് ഇടി കിട്ടിയ ആൾക്കാരുണ്ട്, ഹോസ്പിറ്റലിൽ ആയവരുണ്ട്. അപ്പം ചില ആൾക്കാർ ചേട്ടാ ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞ് നിന്നിട്ട് ഇടികൊണ്ട് ആൾക്കാരുണ്ട്. അങ്ങനെ അതാണ്. അപ്പോൾ അത് കുറച്ച് കൈവിട്ട കളിയാണെന്ന് നമുക്കറിയാം. പിന്നാണ് നമുക്ക് മനസ്സിലായത് ആദ്യത്തെ ദിവസം കഴിഞ്ഞു. പിന്നാണ് നമ്മളൊരു മാസ്റ്ററിനെയൊക്കെ വെച്ച്, കാരണം നമുക്കും ഇപ്പം നമ്മൾ പറയുന്നല്ലോ മാസ്റ്റർ അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ പിള്ളേർ കുറച്ചുകൂടി
കൂളാകും. ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സിനിമ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പം ഈ ചെറിയ പിള്ളേരാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ വന്നേക്കുന്നത്, ഒരു 20-25 വയസ്സിനകത്തുള്ള കുട്ടികളാണ്. അപ്പം അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും സിനിമയിൽ എത്തണം അല്ലെ. അപ്പം അവരെ സംബന്ധിച്ച് ആ ഒരു പരിപാടി അവരെ നമ്മൾ അഴിച്ചുവിട്ടി ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം ആഷറാണേലും എല്ലാവർക്കും നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അല്ല, ഇപ്പോൾ ഒരു ക്യാമറമാൻ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിപ്പം ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും പർട്ടിക്കുലർ ഷോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമുക്കതിൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം ഇത്രയും ക്രൗഡിനിടയിലേക്ക് ക്യാമറ ആയിട്ട് കയറുമ്പോഴുള്ള പ്രശ്നമായി. നമുക്ക് എന്താ, നമ്മൾ ഗിംബൽ ഓപ്പറേറ്റർ ഉണ്ട്, അപ്പോൾ ഗിംബലും പിന്നെ ഒരെണ്ണം ഷോൾഡറിൽ, അങ്ങനെ 2 ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്രൗഡിനിടയിലേക്ക് കയറുമ്പോൾ ക്യാമറ കെയർ ചെയ്യണം, പിന്നെ ഈ ആർട്ടിസ്റ്റുകളെ കെയർ ചെയ്യണം. ഈ കുട്ടികൾ ഇപ്പോൾ ഇത്രയും പേര് ക്രൗഡ്, നമുക്ക് അവരെല്ലാം കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് എല്ലാവരുടെയും ചെയ്തു അല്ലേ. ഇപ്പോൾ ആ സീനിൽ തന്നെ ഈ കുട്ടികളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും എല്ലാം ആ സീനിൽ ആ ഫൈറ്റിൽ തന്നെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഒരു ഫൈറ്റ് മാത്രമല്ല, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഇമോഷൻസ്, അതിൻ്റെ ഒരു ബ്ലാസ്റ്റും കൂടെ നമ്മൾ ആ എഡിറ്റിലൂടെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? അത് സവിനും വിപിനും തന്ന ഫീഡ് എന്തായിരുന്നു? വൈൽഡ് ആയിരിക്കണം തന്നെയായിരുന്നു പറഞ്ഞത്. പിന്നെ എനിക്കും അത് ട്രീറ്റ് ചെയ്തേക്കുന്ന ഫാസ്റ്റ് കട്ടിലൂടെയാണ്. കുറച്ച് ഭയങ്കര ഫാസ്റ്റ് കട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഷോട്ട് ഭയങ്കര ചെറുതാക്കിയാണ്, ഭയങ്കര ഷോർട്ടായിട്ടാണ് വെച്ചത് ഈ വൈൽഡ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തന്നെ ഈ സ്ക്രിപ്റ്റിലായത് വൈൽഡായിട്ട് കാണുക എന്നുള്ളതായിരുന്നു. ആദ്യം എനിക്ക് തോന്നുന്നു ഇവർ ആദ്യം ഷൂട്ട് ചെയ്തത് വിപിൻ ചേട്ടൻ മറ്റേ വർക്കായിരുന്നു തോന്നുന്നില്ല. ആദ്യം കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റ് ആയിട്ട് 2 പരിപാടികൾ ഇപ്പം കുറെ ഏരിയകൾ അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. ഇപ്പം ആ പെൺകുട്ടി ഇങ്ങനെ ചാടാൻ പിന്നെ ഡ്രഗ് ഉപയോഗിക്കുന്ന പരിപാടി, അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും പീക്ക് പരിപാടി തന്നെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. കാരണം ഇപ്പൊ ആ കൊച്ചിന് ടെൻഡൻസി തോന്നിയാൽ മാത്രമേ ആൾക്കാർ അത്ര നേരം അതിൻ്റെ കൂടെ ഇരിക്കത്തുള്ളൂ. അതേ സമയത്ത് തന്നെ അപ്പുറത്താണേലും ഇപ്പം നമ്മൾ ഡ്രഗ് ഉപയോഗിക്കുന്ന നമ്മൾ ഒരുപാട് സിനിമയ്ക്കകത്ത് ഇപ്പം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള. അപ്പം അത് മാത്രം പോരാതെ ഇപ്പം ഇവരെ ട്രിഗർ ചെയ്യുന്നൊരു മൂവ്മെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവരെ ട്രിഗർ ചെയ്താൽ മാത്രമേ അതിലേക്ക് എത്തത്തുള്ളൂ. പക്ഷെ ഈ 2ന്റെ ഇടയിലുള്ള ഈ പരിപാടികൾക്ക് ഇപ്പം ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു മീറ്ററും താളം എല്ലാം കിട്ടിയേക്കുന്ന കണ്ണൻ്റെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഇമോഷൻ വർക്ക് ആകേണ്ടത്, അത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പീക്ക് പരിപാടി കിട്ടണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷെ ഇത്രയും കറക്റ്റായിട്ട് അത് എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വന്നത് കണ്ണൻ മോഹൻ എന്ന എഡിറ്ററാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ മണിച്ചേട്ടൻ, അതായത് മണിച്ചേട്ടൻ്റെ പാട്ട്, ഞാൻ ഈ സിനിമ റിലീസായി ഇപ്പം അതിൻ്റെ ഒരു സക്സസിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് മണിച്ചേട്ടനും സവിനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അപ്പോൾ മണിച്ചേട്ടനോടുള്ള ആ ഒരു സ്നേഹവും ആദരവും അതാണോ ആ പാട്ട് അവിടെ കൊടുക്കാനുള്ള? ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്, ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഇത്രയും ഇങ്ങനെ നാടൻ പാട്ട് പരിപാടിയൊക്കെ ഇത്ര ലോകത്തിന് മുഴുവൻ ആദ്യമായിട്ട് അവതരിപ്പിച്ച് അറിയാം. അങ്ങനെ പറഞ്ഞല്ല, ആളിലൂടെയാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. അപ്പോൾ അത്ര ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ഗൾഫിലായിരുന്നു. അപ്പം അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ പാട്ടായിരുന്ന ഒരു ടൈമിൽ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് എന്തോ മിസ് ചെയ്യാറുണ്ടെന്നൊക്കെ അന്നത്തെ ടൈമിൽ ആൾ നാട്ടിൽ വന്ന ടൈമിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇനിയൊരു പാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതിയ ടൈമിൽ ഭയങ്കര യാദൃശ്യമായിട്ട് ഉണ്ടായ പരിപാടിയാണ്. ഇങ്ങനെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വേണം, അങ്ങനെ വിപിൻ ചേട്ടനാണെന്ന് പറഞ്ഞ് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വേണം. അപ്പോൾ നമ്മൾ കുറേ പാട്ടുകളൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു പാട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ തന്നെ റീമിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തതും എല്ലാം ചെയ്തതും. അപ്പം അന്ന് പക്ഷേ ഇങ്ങനെ വിചാരിച്ചില്ല. അതിപ്പോൾ പിള്ളേരെല്ലാം സ്കൂളിലെ പിള്ളേരെല്ലാം ആ പാട്ടിനൊപ്പം ഇപ്പോൾ ഇൻസ്റ്റയിൽ റീൽസൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ എല്ലാവരും അത് വെച്ച് ഡാൻസ് കളിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ എഡിറ്റിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ. ഈ പരീക്ഷയ്ക്ക് തോറ്റ് കഴിയുമ്പം എടാ പോവല്ലേടാ എന്ന് ഇങ്ങനെ ഹാഷർ എല്ലാവരും ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോഴൊരു നല്ലൊരു എഡിറ്റ് ഉണ്ടല്ലോ, നല്ലൊരു കട്ട് ഇങ്ങനെ പോകുന്നത്, അത് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അതിൻ്റെ അതൊക്കെ നേരത്തെ ഉള്ളൊരു തീരുമാനമാണോ അതോ ആ സമയത്തുള്ളൊരു? അല്ല, അത് ലാസ്റ്റ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സ്ക്രിപ്റ്റ് ആണെങ്കിലും അങ്ങനത്തെ കുറെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഓർഡർ ആക്കിയതും ഇങ്ങനെ ഒരു മീറ്ററിലേക്ക് അത് കൊണ്ടുവന്നതും കണ്ണൻ ആണിത്. അല്ല, അത് എന്തെങ്കിലും ആരുടെയെങ്കിലും എഡിറ്റ് ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ ഞാൻ ബേസിക്കലി എനിക്ക് പ്രേമത്തെക്കാളും ഇഷ്ടം പുള്ളിയുടെ നേരം എന്ന പടം ഞാൻ ഭയങ്കരമായിട്ട് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രേമം പറയുള്ളൂ. കാരണം ഞാൻ പഠിച്ചോണ്ട സമയത്ത് ആണ് ഇത് ഇറങ്ങിയ പടം. അതായത് പുള്ളി ഭയങ്കരമായിട്ട് എഡിറ്റിങ്ങിൽ ഒരുപാട് എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സോണി വെഗാസ് എന്ന സോഫ്റ്റ്വെയറാണ് ചെയ്തിരിക്കുന്നത്. അത് അത്രയും വലിയ സോഫ്റ്റ്വെയർ ആണെന്ന് എനിക്ക് അന്ന്, ഇപ്പം പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. സോണി വെഗാസ് എന്ന് പറഞ്ഞ അങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് തോന്നുന്നു. പ്രോപ്പറായിട്ട് എനിക്കറിയില്ല. പുള്ളി ആ സമയത്ത് അതിലിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നേരമാണ് എനിക്കൊന്ന് ഭയങ്കര പ്രോപ്പറായിട്ട് അൽഫോൻസ് പുത്രൻ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം. ഞാൻ
അപ്പം അന്നോട്ടേ എനിക്കിങ്ങനെ ഭയങ്കര ആരാധനയാണ് പുള്ളി എന്തൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഒരു സീക്വൻസ് പറഞ്ഞാൽ ലീനിയർ ആയിരുന്നു. ഈ പോകല്ലേടാ സാധാ ഒരു സീനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റ് ഉണ്ട്, മുമ്പ് പറഞ്ഞില്ല, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓടി അവിടുന്ന് ഓടി വന്നു ഇവിടുന്ന് ഓടി വന്നു. ആ ഒരു സ്റ്റൈലിലാണ് ആദ്യം എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്കും തോന്നി റിപ്പീറ്റഡ് പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വിപിൻ ചേട്ടൻ്റെ അസോസിയേറ്റ് രോഹിത്തും ഇവരോട് ഇരുന്നപ്പോൾ രാത്രി നിന്ന് ഇടിച്ച സമയത്ത് അത് വേറെ എന്തെങ്കിലും സാധനം ആക്കി നോക്ക്. അപ്പോഴാണ് സൂപ്പർ ഡീലക്സ് എന്നൊരു പടത്തിന്റെ ഒരു അത് എഡിറ്റ് ചെയ്ത അൽഫോൺസ് പുത്രനായിരുന്നു. ഡിങ് ഡോങ് എന്ന് പറഞ്ഞൊരു കട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ, പക്ഷെ ഇതൊന്നും ചില ഡയറക്ടേഴ്സ് എഴുതി നമുക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപിൻ ചേട്ടനായാലും സൈനാണെങ്കിലും ഞാൻ നോക്കി എത്ര നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം എഡിറ്റിലായാലും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്താലും വിപിൻ ചേട്ടന് ഭയങ്കര സപ്പോർട്ടാണ്. ബേസിക്കലി വിപിൻ ചേട്ടൻ എഡിറ്ററാണ്. അപ്പൊ ഇപ്പൊ ഈ സിനിമയാണെങ്കിൽ പോലും ഇത് ഫൈനൽ കട്ട് പ്രോയിലായിരുന്നു എഡിറ്റ് ചെയ്തത്. ഞാൻ ചെയ്യുന്നത് പ്രീമിയർ പ്രോയിലാണ്. ഈ സിനിമ പ്രീമിയർ പ്രോയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യാൻ പുള്ളി ഭയങ്കര തൽപര കക്ഷിയാണ്. ചെയ്ത് നോക്ക് എന്നുള്ള പരിപാടി വന്നു. പക്ഷെ എനിക്കും അത് 50% ആണ് ഇപ്പോഴും ഓക്കെ. ചിലർക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചിലർ പറയുന്നത് ലാഗായി പോയെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലായിരുന്നു ചിലപ്പോൾ ലാഗായി. റിപ്പീറ്റഡ് പരിപാടിയാണ്. അപ്പൊ ഇതിലൊരു മാറ്റം കൊണ്ടുവന്ന് നോക്കിയതാണ്. പക്ഷെ അത് വർക്കായി. ഇപ്പൊ നമ്മളെ ഈ ഷിഫ്റ്റ് ചെയ്യുമല്ലോ UK, പക്ഷെ ജോർജിയ ആയിരുന്നു ലൊക്കേഷൻ. എന്തായിരുന്നു ജോർജിയ ഫിക്സ് ചെയ്യാനുള്ള കാരണം? പ്രൊഡക്ഷൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ജോർജിയ. ഇതിനും കോസ്റ്റ് ആവും. അല്ലെ, നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ഇപ്പം ഇറാഖൊക്കെ തന്നെ നമ്മൾ കൊച്ചിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാട്ടിൽ തന്നെ സെറ്റിട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനത്തെ പ്ലാനൊന്നും ആദ്യം ചെയ്യുമ്പോൾ പുറത്തു പോയി തന്നെ ചെയ്യണമെന്നുള്ളായിരുന്നു. ഇപ്പം UK മാറിയായിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു UK മാറുമ്പോൾ ഇപ്പം ശരിക്കും ജോർജിയ ആയിരുന്നു ലൊക്കേഷൻ. ഇപ്പം ലൈറ്റ് ആണെങ്കിലും അവിടുത്തെ ഒരു അന്തരീക്ഷം ആണെങ്കിലും ഒരു വാം ഫീലാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തണുപ്പുണ്ട്. ഇന്നലെ ശ്രീനാഥൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ദൈവമായിട്ട് വന്ന് ശ്രീനാഥൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ -2 തണുപ്പായിരുന്നു. അലനൊക്കെ അത് ചെയ്തത് അത്രത്തോളം എഫേർട്ട് ഇട്ടാണ് അവരത് ചെയ്തത്. അപ്പോൾ ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നിങ്ങളൊരു ടെക്നിക്കൽ ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നിന്ന് അത് ഷൂട്ട് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ, അത് എത്രത്തോളം റിസ്ക് ആണ്, ചാലഞ്ചിങ് ആണ്? നമ്മൾ ബാക്കിയെല്ലാം ഡേ ടൈമിൽ നമുക്ക് നല്ല ആക്ച്വലി എനിക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ ആ വെള്ളം വീഴുന്ന സീനൊക്കെ ഇല്ലേ, ആ സമയത്തൊക്കെ വെളുപ്പല്ലേ ആ സീനൊക്കെ എടുത്തത്. ആ മറ്റേ അലൻ ആ വീട്ടിൽ നിന്ന് വെള്ളം പൈപ്പ് പൊട്ടുന്ന സീനൊക്കെ അതൊക്കെ അതിരാവിലെ എടുത്ത് അവിടെ ആക്ച്വലി ലൈറ്റ് ഭയങ്കര ഫേവർ ആയിരുന്നു എനിക്ക്. എപ്പോഴും ഇങ്ങനെ ഹാർഷായിട്ട് വീഴില്ല, ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് തന്നെ ആയിരുന്നു. ഡേ ലൈറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ 6 മൈൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ബാക്കി അതൊരു മലയുടെ മുകളിലുള്ളൊരു ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു. ആക്ച്വലി ഒരു കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ ബാക്കി എല്ലാം ലൊക്കേഷൻ പോയി കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്തൊരു ചെറിയൊരു ആർമി ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാണ്ട് ഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്ഷൻ അങ്ങനെ കുറേ ക്ലൈമാക്സിന്റെ സീനോ. അതെ. അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് അവർ തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ അധികം ലൈറ്റ്സ് അധികം യൂസ് ചെയ്യാം. ഓൾറെഡി അവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ചെന്നപ്പോൾ നൈറ്റ് പോയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും 1-2 കത്താം, മെയിനായിട്ട് കത്തേണ്ട 1-2 കത്താം. ഞാൻ അവിടെ ഒരു ഫയർ സെറ്റപ്പ് റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ആർമി ക്യാമ്പ് ഉണ്ടെന്ന് പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പ്രൊഡക്ഷൻ അത് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവർ അങ്ങനെ സെറ്റ് ചെയ്ത് തന്നാണ്. ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കോട ഇറങ്ങിയിട്ടുണ്ടായി. അത് നമ്മൾ ബാക്കി ആ സീൻ ബാക്കി തീരാനുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അലൻ ശ്രീനാഥേട്ടൻ പോകുമ്പോൾ നോക്കി നിൽക്കുന്ന ഷോട്ട്, അലൻ ബ്രീത്ത് ചെയ്യാണ്ട് നോക്കി നിൽക്കുന്നത്. നമുക്കത് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ വായിന്നിങ്ങനെ പുക വരും. അപ്പോൾ അതിങ്ങനെ അപ്പോൾ സഞ്ജയൻ പറയുന്നത് ബ്രീത്ത് ചെയ്യരുത്, അങ്ങനെ പറഞ്ഞിട്ട് നിർത്തി. നമുക്കത് അങ്ങനത്തെ ഒരു പരിപാടി നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചില്ല. അത് പെട്ടെന്ന് ഒരു 2 മിനിറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 മിനിറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മഞ്ഞ് വന്ന് മൂടായിരുന്നു. അതാണ് നമുക്ക് ആകെ അവിടെ ഒരു പ്രശ്നമായിട്ട് കിട്ടിയത്. ഇപ്പോൾ ബിജുക്കുട്ടേട്ടനും അതുപോലെ തന്നെ വിനായക്കുമുള്ള ആ ഷോട്ട് ഉണ്ടല്ലോ, ഇപ്പം അതിനകത്ത് ചെറിയൊരു പോർഷനാണ് ബിജുവേട്ടനുള്ളത്. പക്ഷേ ഇതുപോലെ തന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിട്ട് ഒരു സാധാരണ ഷർട്ടിട്ടാണ് അത്രയും കൊടും തണുപ്പത്ത് അദ്ദേഹം ഇരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ വിനായകാണെങ്കിൽ തന്നെ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എടുത്തത്? അദ്ദേഹത്തിന് ഇത്രയും തണുപ്പത്തൊക്കെ അതെങ്ങനെയാണ് അദ്ദേഹം മാനേജ് ചെയ്തത്? നമ്മളാണെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആകും ചെറുതായിട്ടൊക്കെ. എന്നാൽ പോലും നമുക്ക് നൈറ്റ് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെയും എല്ലാം ഹൈ റേഞ്ച് ഏരിയ പോലത്തെ സ്ഥലങ്ങളാണ്. അവിടെ തണുപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് വന്ന ക്രൂസൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇപ്പം തണുപ്പ് വർക്കാകുന്നവരുണ്ട്, വർക്കാകാത്തവരുണ്ട്.
അതുപോലെ തന്നെ ഈ വിജയകുണ്ടൻ ചേട്ടന് നമുക്ക് അറിയില്ല, പുള്ളി ആള് സെറ്റ് പരിപാടിയൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടൈം ആകുമ്പോൾ. പക്ഷെ എന്തോ അതൊക്കെ അങ്ങനെ സെറ്റായി സെറ്റായി. ഇപ്പം അതിനകത്തൊരു മ്യൂസിക്കിൻ്റെ ബ്ലെൻഡിങ് ഉണ്ടല്ലോ, തമ്മിൽ പിണങ്ങാതെ, അതാണ് നമ്മൾ പ്രേക്ഷകർ മുഴുവൻ കരയിപ്പിക്കുന്നത്. കാരണം ഈ സിനിമയ്ക്ക് ഇപ്പം വാഴയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ട്യൂണിലാണെങ്കിലും ഒരു കൺക്ലൂഷൻ ഇല്ല. ഇപ്പം ആർട്ടിസ്റ്റുകളുടെ അവർക്കൊരു അവയർനെസ് ആണ് ഉണ്ടാകുന്നത്. ഇപ്പം ഫസ്റ്റ് ആണെങ്കിൽ തന്നെയും അച്ഛൻ്റെ സ്നേഹം, ഇതിനകത്ത് സഹോദരങ്ങളുടെ സ്നേഹം. അപ്പോൾ ഇതിനകത്തൊരു സക്സസ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന പണം, പ്രശസ്തി, അധികാരമാണല്ലോ. പക്ഷേ ഇതൊരു തിരിച്ചറിവാണ്. നമ്മളൊരു സക്സസ് ആയിട്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മളൊരു ടേക്ക് എന്ന് പറയുന്നത് തിരിച്ചറിവാണ് സക്സസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഒരു സക്സസ് എലമെൻ്റ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഈ പാട്ടിങ്ങനെ വരുന്നത്. ആ പാട്ടിൻ്റെ ആ ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു എഡിറ്റ് ചെയ്തപ്പോൾ? കാരണം മനോഹരമായിട്ടാണ് ആ ബ്ലെൻഡിങ് വന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ അറിയാതെ നമ്മളൊന്ന് വിങ്ങിപ്പോണത്, ആ പാട്ടും ആ ഒരു സീൻസും എല്ലാം കാണുമ്പോൾ. പിന്നെ ആ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് അതെങ്ങനെയായിരുന്നു എഡിറ്റിലും? അതിൻ്റെ ഒരു ഫീഡ് എന്തായിരുന്നു സംവിധായകൻ്റെ? ഇല്ല, അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ഈ ക്ലൈമാക്സിൻ്റെ എഡിറ്റ്. മീൻസ് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, എല്ലാവരും ഈക്വലായിട്ട് കാണിക്കണം. പിന്നെ അതിനിടയ്ക്ക് അച്ഛൻ മകൻ്റെ ഇമോഷൻ വരണം. പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു ആ സീക്വൻസ് ഫുൾ എഡിറ്റ് ചെയ്ത് മകനെ എന്നുള്ള പാട്ട് വെച്ചിട്ട് തന്നെയാണ് സീക്വൻസ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. പിന്നെയാണ് പുതിയ പാട്ട് ആഡ് ആയി വന്നത്. നമ്മൾ സത്യത്തിൽ എല്ലാ സോങ്ങും റെഫറൻസ് ട്രാക്ക് വെച്ച് എഡിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. എല്ലാം അങ്കിതേട്ടൻ ടീം ചെയ്തിരിക്കുന്നതാണ്. ഈ പറഞ്ഞ ബ്ലെൻഡിങ് പരിപാടി എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തിരുന്നു. എഡിറ്റ് ചെയ്ത് ആ കറക്റ്റ് എഡിറ്റിനനുസരിച്ചാണ് അവർ എല്ലാം പ്ലേസ്മെൻറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു അവസാനത്തെ ഫൈനൽ മ്യൂസിക് സമയത്ത് ട്രാക്ക് എനിക്ക് തന്നിട്ട് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട് സീക്വൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഓൾമോസ്റ്റ് അവർ തന്നെയാണ് ഈ സോങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വെച്ചിരിക്കുന്ന മകനെ എന്നുള്ള പാട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ അങ്ങനെ ത്രൂ ആയിട്ട്. പിന്നെ പാട്ടൊക്കെ ഫൈനലിലാണ് ആയിരിക്കുന്നത്. അതെല്ലാം അങ്കിതേട്ടനും ബിബിൻ ചേട്ടനും ഇവരെല്ലാം ഇരുന്നിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാനും അത് ബിബിൻ ചേട്ടൻ്റെ കാർ എന്നാണ് ഞാൻ കേൾക്കുന്നത്, ഈ അച്ഛൻ മകൻ. എനിക്കും ഡൗട്ടാണ്, കാരണം അത് എഡിറ്റിൻ്റെ പൊസിഷൻ വരുന്നത് എല്ലാം കാണിക്കുന്നത് ബ്രദർഹുഡിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് അച്ഛൻ്റെ സീക്വൻസ് വരേണ്ടത്. അപ്പം അത് പാട്ടായിട്ടാണ് ആദ്യത്തെ മറ്റേ പടക്കം പൊട്ടിക്കുന്ന ഷൂട്ട് ചെയ്തേക്കുന്നത്. അതൊരു സോങ് കട്ടായിരുന്നു. ഇപ്പോൾ വിഷുവിൻ്റെ സീക്വൻസ് ഇല്ലേ, അത് സോങ് കട്ടായിരുന്നു. നെക്സ്റ്റ് സീക്വൻസ് സ്ക്രിപ്റ്റഡ് ആണ്, മറ്റേ അച്ഛാ മകനെ വിളിക്കുന്നില്ലേ. അപ്പം ഇത് ബ്രദർഹുഡിൻ്റെ സീക്വൻസിൻ്റെ ഇടയ്ക്ക് ഈ സീൻ വന്നപ്പോൾ നമുക്കൊരു പൊസിഷൻ അറിയാലോ, അതിൻ്റെ ഒരു ഗ്രാഫ് താന്നിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര ഡൗട്ടാണ്. ബിബിൻ ചേട്ടനും കുറേ തവണയൊക്കെ നമ്മൾ കറക്ഷൻസ് ഒക്കെ ചെയ്തു, ഇതിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കാം, ഫൈനൽ മ്യൂസിക് വരട്ടെ. അപ്പം ഞെട്ടിച്ചത് മ്യൂസിക് ഡയറക്ടേഴ്സാണത്. ഞാൻ ബിബിൻ ചേട്ടൻ്റെ കാർ ഇരുന്നിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ 6th reel വന്നിട്ടുണ്ട്, നീ ഒന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾ ചായ പിടിക്കാൻ പോകും ബിബിൻ ചേട്ടൻ്റെ കാറിൽ. അപ്പോൾ എൻ്റെ ടെൻഷൻ മൊത്തം ഇതിൻ്റെ പൊസിഷൻ മാറ്റണം. അപ്പോഴത്തേനും നമ്മൾ എല്ലായിടത്തും പോയിരുന്നു, ഫൈനൽ മിക്സ് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജേട്ടൻ പറയുന്നത് എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ മാറ്റാനായിരിക്കും പറയുന്നത്. അപ്പോൾ വിജേട്ടൻ്റെ കാറിലിട്ട് ഫുൾ വോളിയത്തിലിട്ട് ഈ സീക്വൻസ് കണ്ടു. പെട്ടെന്നാണ് ഈ മകനെ എന്നുള്ള സീക്വൻസ് ഞാനും ഞെട്ടി. അത് എന്തായാലും മ്യൂസിക് ഡയറക്ടേഴ്സാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഇമോഷണലായി പോയി ആ സീക്വൻസ് വന്നു കഴിഞ്ഞപ്പോൾ. ഞാനും പ്രതീക്ഷിച്ചില്ല അവിടെ മകനെ വരുന്നു. വേറൊരു പാട്ടുണ്ടായിരുന്നു, 1-2 പാട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന മൊത്തം ആ പാട്ട് വരുന്നുള്ളതാണ്. പക്ഷെ അത് പെട്ടെന്ന് അത് എനിക്കൊന്ന് ബിബിൻ ചേട്ടനും അങ്കിത് ചേട്ടൻ്റെ നമ്മളിപ്പം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഈ തമ്മിൽ പിണങ്ങാതെ എന്നുള്ള ആ പാട്ട്. ഇപ്പോൾ ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞാണ്. ഇപ്പോൾ ഈ ക്യാമറ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇമോഷണൽ പീക്കായിട്ടുള്ള ഒരുപാട് പെർഫോമൻസ് ഉണ്ട്, കോമഡി പെർഫോമൻസ്. പക്ഷേ ഒരു ക്യാമറാമാൻ്റെ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ചേർത്ത് പിടിക്കാവുന്ന ഒരു പെർഫോമൻസ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സീന് അങ്ങനെ കാണില്ലേ? അങ്ങനെ അഖിലിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെ ഒരു പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിൽ എനിക്ക് എല്ലാവരുടെയും ഓരോ ഷോട്ട് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ദേവരാജിന്റെ ദുബായിലെ ലാസ്റ്റത്തെ, അതെ അത് പുള്ളി ചെയ്യുന്ന പരിപാടി എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. അത് പുള്ളി അത് ലൈവായിട്ട് കാണണമെന്ന് തോന്നിയ സാധനം. അതുപോലെ തന്നെ അലൻ ലാസ്റ്റ് കരയണ്ടെന്ന് പറയുന്നൊരു ലാസ്റ്റ് അനിയത്തിനെ വിളിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയും, കണ്ണുനീര് വരുമ്പോൾ കരയണ്ട. അത് സെവൻ ചേട്ടൻ അങ്ങനെ പറയണ്ടായിരുന്നു, എനിക്ക് ആ കണ്ണീര് വരുമ്പോൾ കിട്ടണം, അങ്ങനെ പറയണം. അതിങ്ങനെ അത് നല്ല രസമായിരുന്നു. അതുപോലെ അലിൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച അശ്ന, പുള്ളിക്കാരി കരയുമ്പോൾ സെവൻ ചേട്ടൻ പറയും, ഇവൾ കരയുമ്പോൾ കരച്ചിൽ വേണം, നമുക്ക് ഓഡിയൻസിന് അത് ഫീൽ ചെയ്യണം, എന്നാൽ മാത്രമേ ഈ സീൻ നിൽക്കുള്ളൂ. പുള്ളിക്കാരുടെ പെർഫോമൻസ് ഭയങ്കര, എല്ലാവരുടെയും ഓരോരോ കാര്യം ഇതുപോലെ ഉണ്ട്. ഇപ്പൊ ഹാഷർ ലാസ്റ്റ് തിരിഞ്ഞു നടന്നു വരുന്നത്, അതിങ്ങനെ എല്ലാം ഇപ്പൊ അവരുടെ എല്ലാവരുടെയും ഒരു ബാക്ക് ഷോട്ട്, ഇപ്പൊ ലാസ്റ്റ് എൻഡിലേക്ക് എല്ലാവരുടെ ഒരു ബാക്ക് ഷോട്ട് പറഞ്ഞിട്ടുണ്ട്. അജിനും സജനും നടന്നു പോകുന്നത്, അതേപോലെ ഹാഷിറും നാഷിദും നടന്നു പോകുന്നത്, അതേപോലെ അച്ഛനും
വിനായകനും കുഞ്ഞ് വിനായകനും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അതുപോലെ ഇത് ഉപയോഗിക്കാത്തതായിരുന്നു. അല്ല ചെറിയ പിന്നെ പടക്കം പഠിച്ചിട്ട് ഇവര് നടന്നു പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആണോ? എല്ലാവരുടെ ഒരു ബാക്ക് ഷോട്ട്. നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്പിത്തിരിയൊക്കെ കയ്യിൽ വെച്ച് കത്തിച്ചിട്ട് ഈ പയ്യൻ നടന്നു പോകുന്നൊരു ഷോട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കമ്പിത്തിരി വന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. പിന്നെ ഇവർ ജസ്റ്റ് നടന്നു പോകുന്നു. ഇതേപോലെ ഈ പയ്യൻ കെട്ടിപ്പിടിക്കുന്ന പോലത്തെ പരിപാടിയായിരുന്നു. അങ്ങനെ നടന്നു പോയ പരിപാടി. അപ്പൊ അത് അല്ല അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഇപ്പം ഈ ലാസ്റ്റ് എഡിറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, മറ്റേ വിഷുവിൻ്റെ ആ ഒരു ഷോട്ട്, അത് എടുത്തപ്പോൾ അത് എങ്ങനെയായിരുന്നു? കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും അങ്ങനെ തോന്നിയില്ല. കാരണം എൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു വിഷ്വൽ തന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യുന്ന വേണം, ഇത് ഷൂട്ട് ചെയ്തോളൂ. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പക്ഷേ ഇത് ലാസ്റ്റിലത്തേക്ക് എവിടെയെങ്കിലും ഈ വിനായകൻ ഒരു ഇമോഷണലിന് വേണ്ടി ആയിരിക്കാം ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്തപ്പോഴപ്പോലും എനിക്കത് എങ്ങനെയായിരിക്കും ഇമോഷൻ വർക്കാകുന്ന കണക്റ്റ് ആകുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത അതിൻ്റെ ഒന്ന് രണ്ട് ഷോട്ട് മിസ്സിംഗ് ഉണ്ട്. ആദ്യം ഷൂട്ട് ചെയ്തപ്പം അതൊരു പൂർണ്ണമല്ലായിരുന്നു ആ പരിപാടി. കാരണം എനിക്ക് അത്ര എൻ്റെ തലയിൽ കയറിയില്ലായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്ത് അപ്പം ഷൂട്ട് ചെയ്തപ്പോൾ ഇതിന് ഇവിടെ ഒരു ഇമോഷൻ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന്. അപ്പം ടൈമിൽ മഴ പെയ്ത്, അപ്പം മഴ പെയ്തപ്പോഴത്തേക്കൊക്കെ നോക്കിയില്ല. അപ്പോൾ വിനായകൻ ആ ടൈമിൽ മഴ പെയ്തു. അപ്പം ആ ടൈം അപ്പം വിനായകനോടുണ്ട്. അപ്പോൾ ട്രാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വിനായകൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഒരു ഷോട്ട് എടുത്തേക്ക്. ഇതൊക്കെ ഫസ്റ്റ് ഷെഡ്യൂളാണ്, സെക്കൻഡ് ഹാഫിലേക്കുള്ള കഥകളായിട്ടേ ഇല്ലായിരുന്നു. ഇവൻ പറഞ്ഞ് ശരി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമുക്കും അറിയില്ല വിനായകൻ എത്രത്തോളം ഇമോഷണലി, കാരണം വിനായകനായിരിക്കാം വിനായകൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമോഷൻ ഉണ്ടാകുന്നതെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അപ്പം എന്തായാലും പരിപാടികളൊക്കെ ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെയാണ് വിനായകനെ കൊണ്ട് അത് നോക്കി നിൽക്കുന്ന കരഞ്ഞ് അത് എനിക്ക് ഉപയോഗിക്കുമെന്നോ ഒന്നും എൻ്റെ മൈൻഡിൽ ഇല്ലെന്ന്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് എന്തിനാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വെച്ചിട്ട് ഒരു സാധനം വെച്ചിട്ട് വിഞ്ചാൻ അയച്ചെടുത്തു. അതിൻ്റെ പറയുന്നത് ഇത് വർക്കായില്ല, ഇതല്ല എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് നമ്മുടെ നാട്ടിലെ ഇപ്പം മൂന്നാമത്തെ ഷെഡ്യൂൾ, ഏറ്റവും ലാസ്റ്റ് ഷെഡ്യൂളിൽ ഏറ്റവും ലാസ്റ്റ് ദിവസം നാട്ടിലെ ഏറ്റവും ലാസ്റ്റ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഈ സീക്വൻസാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 99ാമത്തെ ദിവസമാണ് തോന്നുന്നു. നമ്മൾ എയർപോർട്ട് സീൻ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് നാളെ താടിയൊക്കെ പഠിച്ച് വീണ്ടും പഴയ ഗെറ്റപ്പിലാണ്. എന്നിട്ട് അന്ന് ഞാൻ എപ്പോഴും വിളിച്ചു രാവിലെ, ചേട്ടാ ഞാൻ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ചേട്ടാ, ഇത് എപ്പോഴും ഞാൻ ഇപ്പം ആ എഴുത്ത് ടൈമിലാണെങ്കിലും ഞാനും ഇടയ്ക്ക് ചില പരിപാടി, ഇപ്പം ഒരു ഇൻ്റർവ്യൂവിൽ വരെയുള്ള പരിപാടി ഞാൻ ആളുടെ കൂടി ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി വീണ്ടും അവിടെ എഴുത്ത് നടക്കും. അത് കഴിയുമ്പോൾ ഒരു ഷെഡ്യൂൾ തീരുന്ന ഒരു 15 ദിവസത്തെ പരിപാടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 20 ദിവസത്തെ പരിപാടിക്കായിരിക്കും. പക്ഷേ ഇവർ എയർപോർട്ട് വരെ പോകുന്ന വരെ ഒരു ഷെഡ്യൂളായിരിക്കും. അപ്പോൾ അതുവരെയുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും വീണ്ടും വരുന്നത്. അപ്പോൾ ആ ടൈമിലാണെങ്കിലും നമ്മൾ തമ്മിൽ എല്ലാവർക്കും ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ പോലും ഞാൻ ചോദിക്കാം, ചേട്ടാ ഇത് ഇവൻ്റെ ഇവിടെ ഒന്നുമില്ല, 2 ഷോട്ട് എടുത്താൽ മതി എന്ന് പറയും. അവൻ്റെ അവരുടെ അടുത്തടുത്ത് അപ്പം ഞാൻ ഓക്കെ ശരി എന്ന് പറയും. ഏറ്റവും ലാസ്റ്റ് ഷെഡ്യൂളിലാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തത്. ഇവരുടെ നേരത്തെ ആ പയ്യൻ ഓടി വരുന്നത് വന്ന് എടുക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ അടുത്തടുത്തുള്ള റിയാക്ഷനൊക്കെ പിന്നീടാണ് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ അയച്ചു കൊടുത്തു. എൻ്റെ ചോദിച്ചാൽ ഞാൻ അപ്പോൾ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ ഇത് എങ്ങനെയുണ്ട് ചേട്ടാ പറയാം. എൻ്റെ ചോദിച്ചാൽ നിനക്കെന്താ തോന്നുന്നതെന്ന് ചോദിച്ചു. ഞാൻ വെച്ചാൽ എനിക്കിത് വലിയ കുഴപ്പം തോന്നുന്നില്ല, ചേട്ടൻ ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പം ചേട്ടാ ഇത് മതി, ഇത് ഓക്കെ ആണെന്ന് പറയും. അങ്ങനെയാണ് ആ ഒരു പരിപാടി എത്തിയത്. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ ആൾക്കാർ ഇമോഷണലി കണക്ട് ആവുമോ. പക്ഷെ അത് ഇപ്പം ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വന്നത് ഇപ്പം ക്യാമറ അല്ല, എഡിറ്റ്, മ്യൂസിക്, കോസ്റ്റ്യൂം എല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മളെ കോസ്റ്റ്യൂം ഡിസൈനർ ആണെങ്കിൽ പോലും ഇപ്പം ഇത് നോക്കിയാൽ എല്ലാ ആൾക്കാർക്കും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള വലിയ കളറുകൾ പരിപാടികളില്ല. എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള കളർ പരിപാടികളാണ് പിടിച്ചേക്കുന്നത്. പിന്നെ അവർക്കുള്ള അവരുടെ ഡ്രസ്സിൻ്റെ ഇപ്പോഴത്തെ ഭയങ്കര മോഡേണും അല്ല, നമ്മൾ പണ്ടവിടെ കണ്ടതുമാണ്. അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ഞാനത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവരുടെ കോസ്റ്റ്യൂം പരിപാടികളൊക്കെ കാണുമ്പം തന്നെ. സാധാരണ നമ്മളിപ്പോൾ കാണുമ്പം എന്തെങ്കിലും ഒരു ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ പുതുമയാണെന്ന് വെച്ചാൽ പുതുമയല്ല, വളരെയാണ്. പക്ഷെ എൻ്റെ ഇടയിൽ ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ടല്ലോ. ആ ഫൈറ്റ് വന്നില്ലായിരുന്നെങ്കിൽ പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ ഒരു വിങ്ങലോടെ ആയിരിക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോവുക. കാരണം അത്രത്തോളം നമ്മൾ കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ ഫൈറ്റ് വന്നതാണ് നമ്മളെ വീണ്ടും സന്തോഷിപ്പിച്ചത്. ആ ഫൈറ്റിൻ്റെ ഒരു ഞാൻ എന്താ പറയുക, നമ്മളെയൊക്കെ പെട്ടെന്ന് വാവ് എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. അത് ജോമോൻ ചൗധരി ഇങ്ങനെ തിരിയുന്ന ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര കിടിലായിരുന്നത് പറയാൻ പറ്റില്ല. ആ ഒരു ഷോട്ട് അതെങ്ങനെയായിരുന്നു അതിൻ്റെ അത് ആരെ തലയിൽ ആ സാധനം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ പഞ്ച്. ഇപ്പൊ ഈ പറഞ്ഞ വാഴ വണ്ണിൽ 5 പേർക്കുണ്ടായിരുന്നു അങ്ങനത്തെ. ആ 5ഉം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം ജോമൻ തിരിയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സമയപരിമിതി കാരണം അവസാനത്തേക്കുള്ള 2.5 മിനിറ്റിൽ പാട്ട് തീരണം. പക്ഷെ ജോമോന്റെ ആ സ്ക്രീൻ പ്രസൻസ് അല്ലേ
അതായിരുന്നു അത് നല്ല. അതിൻ്റെ ആ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് BTS സീൻസ് ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഫൈറ്റ് എങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ചാലഞ്ച് എന്തായിരുന്നു? ഫൈറ്റ് നമുക്ക് സമയമായിരുന്നു നമ്മൾ സമയം പിന്നെ ഈ പറയുന്ന എല്ലാ ഹോളിനകത്ത് തന്നെ നടക്കുന്ന പരിപാടികളാണ്. അപ്പം അത് ഇങ്ങനൊരു ഭയങ്കര അടിപൊളിയായിട്ട് അത് വന്നതിൽ അത് കൊറിയോഗ്രാഫി ചെയ്തത് മറ്റേ നമ്മുടെ വിക്കി മാസ്റ്റർ ആയിരുന്നു. മാസ്റ്ററിന്റെ ടീം, പിന്നെ ഈ പറഞ്ഞ വാഴ 1-ലെ അവരുടെ പിന്തുണ, അപ്പം അവരെ നമുക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വാഴ 1-ലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പം അവർ വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ഹൈ വേറെയാണ്. എനിക്ക് അവരോട് ഞാൻ ഡയറക്ടറായി അവർ വീണ്ടും വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ മൊമെന്റ് ആയിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാനും ജോമോൻ അനുരാജ് നമുക്ക് അവർ പേഴ്സണലി ആയിട്ടുണ്ട്. നമ്മളൊരു 4-5 വർഷം ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്ന ആൾക്കാരാണ് ജോമോനും ഞാനും അനുരാജൊക്കെ. അപ്പൊ എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതും അവരുടെ ഫേസിലേക്ക് ക്യാമറ വെക്കുന്നതും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണത്. അവർക്ക് വേണ്ടിയിട്ട് ക്യാമറ വെക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം അതിപ്പോൾ ഇപ്പം ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സീനാണല്ലോ. എന്നാൽ അതിൻ്റെ ആ എഡിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ എഡിറ്റാണ് നമ്മൾ ക്രിസ്പി ആയിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രത്തോളം എൻഗേജ് ആവുന്ന ഓഡിയൻസ്. അതിൻ്റെ ഒരു എഡിറ്റ് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഇൻഡസ്ട്രി ഇതായിരുന്നു. മീൻസ് ഇത്രയും ഇമോഷണൽ സീക്വൻസ് ഒക്കെ 20 മിനിറ്റോളം വന്നിട്ട് ആൾക്കാർ ലിഫ്റ്റ് ചെയ്യാൻ തന്നെയാണ് അതിൻ്റെ കാര്യം. ഷൂട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റോളം ഫൈറ്റ് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ വിപിൻ ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കും തോന്നി അത് 12 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരങ്ങോട്ട് ഇതാവും. അപ്പോൾ എൻ്റെ അടുത്ത് കുറയ്ക്കാൻ പറ്റുന്നത്രയും കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ സ്പോട്ടിൽ നിന്ന് തന്നെ അത് കുറച്ചു. എന്നിട്ടും അങ്ങോട്ട് ഇങ്ങനെ പടന്ന് 8 മിനിറ്റായി. അപ്പോഴും ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ആ ഒരു ഫോമാറ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത്ര അങ്ങോട്ട് എൻഗേജ് ആവില്ല. അപ്പോൾ വിജയൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും നോക്ക് മാക്സിമം കുറച്ച് ആ പേസ് എന്താണെന്ന് ഉൾക്കൊണ്ടിട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. അത് ഏറ്റവും ബെസ്റ്റായിട്ട് 5 പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിന് ബ്രേക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരെ കാർഡ്സ് വെച്ചിട്ടുണ്ട്. വിപിൻ ചേട്ടൻ്റെ ആയാലും സവിൻ്റെ ആയാലും പ്രൊഡ്യൂസറുടെ കാർഡായാലും. ആ സീക്വൻസ് കംപ്ലീറ്റ് മുറിക്കുമ്പം എന്തായാലും അതിനകത്തൊരു കൊറിയോഗ്രാഫി മിസ്സാവും. മിസ്സാവുന്ന ആദ്യത്തെ ഒരു 3 കട്ടുണ്ടല്ലോ, ടക്ക് ടക്ക് ടക്ക്, അത് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കട്ടായിട്ട് തന്നെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇവർ 4 പേരുടെ ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും അടിപൊളിയായിട്ട് വന്നത് ജോമോൻ തന്നെയാണ്. അവര് പരിപാടി ഉണ്ടല്ലോ. പിന്നെ ഈ 4 പേരുടെയും കൂടിയിട്ട് നമുക്ക് കാണിക്കേണ്ട ലാസ്റ്റ് പോസ്റ്റർ ഒരു ആനിമേ വെച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ ഫോർമേഷനായി നിൽക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. വിപിൻ ചേട്ടൻ്റെ കാടിന് മുമ്പ് ഇവരെ ഇടിച്ച് താഴെട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഫ്രീസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു റെഡ് കളറിൽ ഇങ്ങനെ ഫ്രീസ് ഡൈ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് കൂടുതൽ കയ്യടി കിട്ടിയ ഒരു സീക്വൻസ്. അപ്പം ഈ 4 പേരുടെ കാണിക്കുന്നതിന് പകരം 4 പേരെ ഒരുമിച്ച് ഇവിടെ കാണിച്ചു. ഫ്രീസ് ഫ്രെയിം. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ഞാൻ ഇരുന്ന തിയേറ്ററിലെ ഏറ്റവും കൈയടിയിട്ട് ജോമോന്റെ തിരിയലിനാണ്. ജോമോന്റെ തിരിയൽ ഭയങ്കര ഗംഭീരമാണ്. പക്ഷെ ഫ്രീസ് ഫ്രെയിമിനുണ്ടായിരുന്നു. അതെ, അത് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് അതൊരു കാര്യം. ഇത്രയും വന്നിട്ട് ആൾക്കാരെ ക്രിസ്പി ആയിട്ട് കാണിച്ചാലല്ലേ ആൾക്കാർ ഇതാവും. പിന്നെ ബനാന പാട്ടും അതെ, ആ പാട്ടിൻ്റെ ആ ഒരു മൂഡും കൂടെ. ഇപ്പോൾ വാഴ 3 അനൗൺസ് ചെയ്തല്ലോ. ഇപ്പോൾ വിപിൻ 3 എന്ന് കാണിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു രസമായിരുന്നു. കാരണം മാത്രമല്ല, ബില്യൺ ഗേൾസിൻ്റെ കഥയാണ്. ബില്യൺ ബ്രോസായി, ബില്യൺ ബോയ്സായി, ബില്യൺ ഗേൾസിൻ്റെ കഥയാണ്. ഇപ്പോൾ വാഴ 1 ആണെങ്കിലും 2 ആണെങ്കിലും അതിനൊരു ഫോർമുലയുണ്ട്. ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്തൊരു ഇപ്പം വിപിൻ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സിനിമകൾക്കെല്ലാം ഇൻ്റർ കട്ട്സ് ഒക്കെ കാണുമെന്ന്. വാഴ 1 ആണെങ്കിലും 2 ആണെങ്കിലും അതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഴ 3 പോകുമ്പോൾ ഈ ഫോർമുല ബ്രേക്ക് ആവുമോ? ഒരു പുതിയ ടെംപ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക? ഇപ്പോൾ വിശ്വൻ ശ്രീജിത്ത്, വാഴ 3 സംവിധായകൻ, സവിൻ്റെ അടുത്ത ആളാണ്, റൈറ്റ് ഹാൻഡ് ആണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ഫോർമുല ബ്രേക്ക് ആവുക സാധ്യത? എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ ഇപ്പം അറിയില്ല. കാരണം അതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജാണ് ഈ സിനിമ. എല്ലാം എന്ത് പറഞ്ഞാലും ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ചിലതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നു, ചിലതൊക്കെ വർക്കാവും, ചിലതൊക്കെ വർക്കാകാതെ പോകും. പക്ഷെ എന്നാൽ പോലും എല്ലാം സംഭവിക്കുന്ന പരിപാടിയാണ്. ഇപ്പം അതിൻ്റെ ഫോർമുല എന്താണ് അല്ലെ എങ്ങനെയാണെന്ന് എനിക്കിപ്പം പറയാൻ അറിയില്ല. പക്ഷെ അതൊരു നല്ല സിനിമ ആയിരിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു സിനിമ പോലെയാണ്. ഇപ്പം വാഴ 1-ലും 2-ലൊക്കെ ആൺകുട്ടികളുടെ പരിപാടികളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സേ അത് തന്നെയാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള അഡ്രസ് ചെയ്യുന്ന സിനിമയായിരിക്കും. അപ്പം അതൊരു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ. സവിൻ, ഇപ്പോൾ ഈ ഇത് അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ പല കമന്റ്സും വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഈ പെൺകുട്ടികളെ കുറിച്ചുള്ള കഥകളൊക്കെ ഭയങ്കര ബോറായിരിക്കും. അത് ഈ വീട്ടിനുള്ളിൽ തന്നെ ഉള്ള കഥകളല്ലേ, പീരീഡ്സും മൂഡ് സിങ്സും അല്ലാതെ അവർക്ക് പിന്നെ എന്താ കൂടുതൽ പറയാനുള്ളത്? അത്തരം കമന്റ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സവിൻ? അതെന്താണെന്നുള്ളത് നമ്മൾ വാഴ 3 കാണും. അത്രേ പറയാനുള്ളൂ. കമന്റ് പറയുന്ന
പറഞ്ഞോട്ടെ. പറഞ്ഞിട്ട് അതല്ലല്ലോ കാര്യം. ഇപ്പോൾ വാഴ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും അതിനൊരു സോഷ്യൽ അവയർനെസ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ചും അതിനകത്ത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്ന ആ പോർഷനിൽ ഇപ്പോൾ ഞാൻ ആസ് എ പ്രേക്ഷക എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കൂൾ ജീവിതം എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഈ പെൺകുട്ടികളുടെ സ്പോർട്സ് എന്ന് പറയുന്നത്, അതായത് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ലെമൺ ആൻഡ് സ്പൂണും മ്യൂസിക്കൽ ചെയറും മാത്രമായിരുന്നു. ഞാൻ സ്കൂൾ കഴിയുമ്പോഴും ഞാൻ വിചാരിച്ചത് ഈ ലെമൺ ആൻഡ് സ്പൂണും മ്യൂസിക്കൽ ചെയറൊക്കെ വലിയൊരു സ്പോർട്സ് ഇനോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത സ്കൂളുകൾ ഇപ്പോഴും നമ്മളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ അവയർനെസ് എന്നൊരു പ്രീച്ചി സ്റ്റൈലിലൂടെ അല്ലാതെ കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. സവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോഴും ഇപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങളെ കൂടെ ബ്ലെൻഡ് ചെയ്തായിരിക്കും ഞാൻ ആ സിനിമ കാണുന്നത്. അപ്പം സവിൻ ആസ് എ ഡയറക്ടർ, ആസ് എ പേഴ്സൺ ആ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ഇല്ല, ഇപ്പം ഈ ഞാൻ പറയില്ല, ഇപ്പം ഈ സിനിമ മൊത്തമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കഥകളിലൂടെ ആയിരിക്കും വന്നത്. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ആ കഥയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. ആ കഥ അല്ലെ അതിൻ്റെ കഥാപരിസരം ഇതൊക്കെ അത് എനിക്കിഷ്ടമുള്ള ആൾക്കാരായിരിക്കാം, ഞാൻ എപ്പോഴേലും കണ്ടുമുട്ടിയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചൊരു സ്ഥലങ്ങളിലൂടെ ആയിരിക്കും പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു PTA മീറ്റിംഗ് സീനോ അല്ലെങ്കിൽ ഒരു സാറിനെ അടിക്കുന്ന ആ സീനുകളൊന്നും എൻ്റെ മൈൻഡിൽ ഞാൻ ഒരിക്കലും ഒരു കഥയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു വശത്തോടി പോകേണ്ടി വരുമെന്നോ അല്ലെ ഞാൻ അങ്ങനെ ഒരു സാധനം ഇമാജിൻ ചെയ്തിട്ടില്ല. അത് പൂർണ്ണമായിട്ട് വിപിൻചേട്ടൻ്റെ ഇമാജിനേഷനാണ്. അല്ല ആൾക്ക് എന്താണോ സമൂഹത്തോട് പറയാനുള്ളത് അതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യമായിരിക്കില്ല എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്. അപ്പം ആളുടെ വിഷൻ വേറെ, എൻ്റെ വിഷൻ എപ്പോഴും വേറെ ആയിരിക്കും. ഇരിക്കുന്ന നമ്മൾ ആര് ഡയറക്ടർ ആണെങ്കിലും എല്ലാവരുടെ വിഷൻസ് വേറെ ആയിരിക്കും. എനിക്കതിനോട് പൂർണ്ണമായിട്ട് ആളെ ഉദ്ദേശിച്ചൊരു കാര്യം എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ സിനിമയിൽ എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന കഥകളിലോ അല്ലെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ഒരു കഥകളിലോ ഇല്ലാത്ത 2 പോയിൻ്റാണ് ഈ പറഞ്ഞ PTA മീറ്റിംഗ് സീനാണെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്ന സീനാണെങ്കിലും. ഞാൻ ഒരിക്കലും എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. കാരണം ഞാൻ ഒരിക്കലും അനുഭവിക്കാത്തൊരു സ്ഥലമാണ് അത്. ചിലപ്പം ക്ലാസ് റൂമിൽ പിടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഒരു പ്രിൻസിപ്പൽ റൂമിലുള്ള ഹാരാസ്മെൻറ്റ് ഞാൻ ഒന്നിനും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. നല്ലവരായിട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഹാരാസ്മെൻറ്റ് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് അതിനെപ്പറ്റി അത് ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഇപ്പോൾ സാറിനെ അടിക്കുന്ന സീനാണെങ്കിൽ പോലും എൻ്റെ ഒരു ഭയങ്കര ടെൻഷൻ, ഇതെങ്ങനെ ആൾക്കാർക്ക് ആ അടിക്കുന്ന മൂവ്മെൻറ്റ് ട്രിഗർ ആകും. കാരണം അത് എഴുതുന്ന ടൈമിൽ വിപിൻചേട്ടൻ പറയുന്നത് ഈ സീൻ ആൾക്കാർ കൈ അടിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെയായിരിക്കും ഇത് ആൾക്കാർ കൈ അടിക്കുന്നത്, ആ ഒരു ട്രിഗർ ചെയ്യാനുള്ള മൂവ്മെൻറ്റ് അതൊക്കെയാണ് ഞാൻ ശരിക്കും അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ആൾക്കാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ഞാൻ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ചിന്തിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതെങ്ങനെയാണ് ആ ട്രിഗർ ചെയ്യുന്ന മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് വർക്കാണോ. അപ്പോൾ ഞാൻ വിപിൻചേട്ടൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞ് കണ്ണൻ അയച്ചു കൊടുത്തു. എനിക്കൊന്ന് ഈ ഷൂട്ട് ഇത് സിനിമ ഫൈനൽ കട്ടാകുന്ന ആ ടൈം വരെ ഞാൻ ആളോട് ചോദിക്കുമായിരുന്നു, കണ്ണനെ വിളി, കണ്ണ നിനക്ക് ഓക്കെ ആണോ. അപ്പോൾ കണ്ണ വേണ്ട അത് കുഴപ്പമില്ല അത് മതി. ചോദിച്ചാൽ കണ്ണ വീണ്ടും നിനക്ക് ഓക്കെ ആണെന്ന് ഞാനൊരു 10 വട്ടം ഏറ്റവും കുറഞ്ഞ് ചോദിച്ചിട്ടുള്ള സീനുകൾ ഒന്നത്. കാരണം അന്ന് ഇപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ വിപിൻചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. എഴുത്തിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും എല്ലാം. ഒരു 4-5 പടം ചെയ്ത ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ആൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കും എന്തായാലും. അതിനോടൊരു 10% നീതി പുലർത്തുക എന്നുള്ളതാണ് ഞാനപ്പോൾ വിചാരിച്ചിരുന്നത്. അപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എങ്ങനെ വർക്കാവും എന്നുള്ള ടെൻഷനുണ്ട്. ഇപ്പം ഞാൻ മ്യൂസിക് ചെയ്ത ആളോടും അത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇങ്ങനെ മ്യൂസിക് ചെയ്ത് തന്നെ മ്യൂസിക് ചെയ്ത് 17 മിനിറ്റിനോട് അടുത്തുണ്ട് ആ മ്യൂസിക് ഏരിയ. ഈ ഒരു സ്ഥലം വരുമ്പോൾ എനിക്ക് അത്രയും കൂടി എന്ത് ചെയ്തിട്ടും സെറ്റാകുന്നില്ല അത്. പക്ഷേ ബാക്കി ആൾക്കാർ എനിക്ക് എൻ്റെ പ്രശ്നം ഇതായിരുന്നു, അത് ട്രിഗറാകുമോ ഇല്ല. നീ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിന്നത്. ഞാൻ ആളോട് ചോദിച്ചിങ്ങനെ, ചേട്ടാ ഇതെന്താണ്. അപ്പോൾ എൻ്റെ പറയും ഇല്ല എനിക്കത് ചെയ്തിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല, ഞാനൊരു പരിപാടിയിൽ അത് സെറ്റ് ചെയ്തേക്കാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അന്നും ഡൗട്ടുണ്ടായിരുന്നു ഇത് മതിയാവോ ഇങ്ങനെയാണെന്ന്. അപ്പം പക്ഷേ കണ്ണനിലേക്ക് അത് എത്തിയപ്പോഴാണ് അത് എനിക്കൊരു കോൺഫിഡൻ്റ് ആയി തുടങ്ങിയത്. എടോ ഇത് ഓക്കെയാണ്, നീ ധൈര്യമായിട്ടിരിക്കുന്നത് സെറ്റാണെന്ന് കണ്ണനിലൂടെ എത്തിയപ്പോഴാണ് എനിക്കത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയത്. അപ്പം എനിക്കത് ഓക്കെ ആയിരുന്നു. അതിനകത്ത് അവരടിക്കുമ്പോൾ സുധീഷിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ മരവിച്ചിരിക്കുന്ന അവിടെയാണ് നമുക്ക് ആ പ്രേക്ഷകർന്നുള്ളിൽ നമുക്കത് പെട്ടെന്ന് തട്ടുന്നത്. കാരണം 2 അടി കൊടുത്താൽ നന്നായി എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ ഒരു താങ്ക്സ് കോളത്തിൽ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കും നന്ദി പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അവിടെ തന്നെ സവിൻ്റെ ജേണി നമുക്ക് തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ക്യാമറ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സംവിധാനം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരാണ്. പക്ഷെ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം. ഒരുപാട് കാത്തിരിപ്പ് വേണം, എഫേർട്ട് വേണം. ചിലവരൊക്കെ പകുതി മടുത്തിട്ട് അങ്ങ് പോവും. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരണമെങ്കിൽ അവർക്ക് നിങ്ങളിപ്പോൾ സക്സസിൻ്റെ ആ ഒരു നിങ്ങളിപ്പോൾ എല്ലാവർക്കും അറിയാം, നിങ്ങൾ ചെയ്ത വർക്ക് എല്ലാവരും കൈയടിക്കുന്നു, നിങ്ങൾക്ക് അപ്രിസിയേഷൻ കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും?
കാരണം ഈ ചിലവരൊക്കെ പാതി ഇട്ടിട്ട് അങ്ങ് പോവുമല്ലോ മടുത്തിട്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുക അത്രത്തോളം അത് നിങ്ങളുടെ അടുത്തെത്തും. നമ്മളൊന്നിനെയും ഇല്ല ഇന്നത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കാതെ നമ്മൾ എന്ത് പരിപാടിയാണല്ലോ അതിനോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുക. പിന്നെ നിങ്ങളൊരു വിശ്വാസം ഉണ്ടാകുക, നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളെ തേടി അത് വരുമെന്ന്. ഇപ്പം എന്തായാലും എനിക്കറിയില്ല, എനിക്ക് തോന്നിയത് ഇപ്പം എനിക്ക് അത് എന്നെ തേടി വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ എവിടെ ഉണ്ടായിരുന്നു. ഇതാണോ അല്ലയെന്നൊന്നുമല്ല, പക്ഷേ ഞാൻ അതിലേക്ക് എത്തുമെന്നൊരു തോന്നില്ല. പക്ഷെ അതിന് ഞാൻ കുറേ വർഷങ്ങളെടുത്ത് കുറേ ആൾക്കാരോട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, കുറേ അധികം കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, കുറേ അധികം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യമല്ല, ഞാൻ പോകുന്ന വഴിക്ക് ഇതൊക്കെ ഭയങ്കര യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതാണ്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരിക്കൽ എന്നെ തേടി അത് വരുമെന്ന്. ഞാനപ്പോൾ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് പോയിട്ടുള്ളൂ. കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല. നിവിൻ ചേട്ടൻ പറഞ്ഞ പോലെ കിറ്റിയാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സിനിമകൾ കാണുകയും സീരീസൊക്കെ കാണുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ പ്രേക്ഷകർക്കായിട്ട് നിങ്ങൾക്ക് കണ്ട ഏറ്റവും, ഇപ്പം ക്യാമറ ആണെങ്കിലും എഡിറ്റ് ആണെങ്കിലും സംവിധാനമാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും കാണുന്ന ഒരു സിനിമയോ സീരീസോ നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യാമോ? കാലങ്ങളായിട്ടൊരു എക്സൈറ്റ് ചെയ്തിട്ടുള്ള ക്യാപ്പർണമാണ്. അതിൽ ചൈൽഡാണ് ആർട്ടിസ്റ്റ്. ഒരു ഭയങ്കര ബേബി. ഓക്കെ ഓക്കെ. ഈ അല്ല, അതായത് ഈ അമ്മയും അച്ഛനും ഒരുപാട് കുട്ടികളെ പ്രസവിച്ച അതല്ലേ ആ സംഭവല്ലേ? ഈ കുട്ടി അച്ഛനും അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കുന്ന. ഓക്കെ ഓക്കെ. അതിൽ ആ കുഞ്ഞിന് എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ അതിൽ ഭയങ്കര എങ്ങനെയാണ് ആ കുട്ടികളെ ഇങ്ങനെ പെർഫോം ചെയ്യിക്കുന്നത്. ആ കുട്ടി പോലും പെർഫോം, നമുക്ക് ഓർമ്മ വെക്കാത്ത കുട്ടി പോലും പെർഫോം ചെയ്യുന്നതായിട്ട് തോന്നും. അത് തന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്തിട്ടുള്ളൊരു. കണ്ണൻ ആസ് ആൻ എഡിറ്റർ എന്നുള്ള നിലയിൽ എഡിറ്റിങ്ങിൽ ഇതേപോലെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും സിനിമയുടെ അങ്ങനെയുണ്ടോ? കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ. നല്ല സിനിമകളൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആവും. അപ്പം എന്നാൽ പോലും നമ്മളെ ചിന്തകളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുമല്ലോ ചില സിനിമയൊക്കെ. ഇപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ ആദ്യം തോന്നിയ സിനിമ മറ്റേ സിനി പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഒരു ഇമോഷണലി ഭയങ്കര ആയിട്ട് ആ പടം ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണണ്ടേ. അപ്പം എനിക്കൊരാൾ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് കാണും. അന്ന് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് കരഞ്ഞു പോയിട്ടുണ്ട് ആ സിനിമ കണ്ടപ്പോൾ. എനിക്ക് അറിയില്ല എന്തിനാണ് കരഞ്ഞെന്നൊന്നും അറിയില്ല, പക്ഷെ അന്ന് ഞാൻ കരഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ എന്നെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ച സിനിമ മറ്റേ ജോൺ അബ്രഹാമിൻ്റെ ഒരു സിനിമയായിരുന്നു, അമ്മ അറിയാൻ എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ ആ സിനിമയുടെ ഒരു ഗ്രാഫ് തുടങ്ങുക ഭയങ്കര ചെറിയ ആൾക്കാരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരാൾ മരിച്ച് അപ്പം ഇവരെ എവിടെ കണ്ടിട്ടുണ്ടെന്നുള്ള മൂഡിൽ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ആ പയ്യൻ്റെ ഡെഡ് ബോഡി ഫോർട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന. അപ്പോൾ അന്ന് വരെയുള്ള സിനിമകളിൽ ഫോർട്ട് കൊച്ചി എന്താണെന്നോ അല്ല കൊച്ചിയൊന്നും അങ്ങനെ കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ അതല്ല ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ ഇവരുടെ ഒരു ട്രാവലുണ്ട് ഈ അമ്മയുടെ അടുത്തോട്ട് എത്താൻ വേണ്ടിയുള്ള. അപ്പോൾ ചെറിയൊരു സംഘത്തിൽ നിന്ന് അതൊരു വലിയ സംഘമായിട്ട് ഈ അമ്മയുടെ അടുത്ത് ഈ മരിച്ച കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് മരിക്കുമ്പോൾ അമ്മ ആദ്യം ചോദിക്കുന്നുണ്ട് എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തതെന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അത്രയും ആൾക്കൂട്ടത്തെ ഇങ്ങനെ നയിച്ചുകൊണ്ട് ഒരു അമ്മയുടെ അടുത്തോട്ട് പോകുന്നൊരു ട്രാവലുണ്ട്. പക്ഷെ അതൊരു ഇൻഡിപെൻഡൻറ്റ് മൂവിയായിട്ട് ആൾക്കാരിൽ നിന്ന് അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. ഞാൻ പിന്നെ അറിഞ്ഞപ്പോൾ ഞാൻ ആ ഡയറക്ടറോട് എനിക്ക് വേറെ ആരോടും തോന്നാത്തൊരു ബഹുമാനം തോന്നിയിട്ടുണ്ട്. ആ ഡയറക്ടർ തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. അതെ, കാരണം അയാൾ എടുത്ത പോലെ സിനിമ ചെയ്യണമെന്നല്ല, ഇത്ര ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ അന്നത്തെ കാലത്ത് അയാൾ ചെയ്തു വെച്ചേക്കുന്ന സിനിമകളുടെ ഒരു അതിനോട് നീതി പുലർത്തുന്ന സിനിമകളൊന്നും പിന്നെ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇങ്ങനെ ഒരു ക്രൗഡ് പുള്ളിങ് പരിപാടിയിലൂടെ ഫണ്ട് ശേഖരിച്ച് കുറേ അധികം ആൾക്കാരിലൂടെ ട്രാവൽ ചെയ്ത് അറിയാം എല്ലാം അതിനകത്ത് നിൽക്കുന്ന സിനിമകളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സിനിമ ഈ ലോകത്ത് എന്തോരം ടൈപ്പ് രീതിയിൽ സിനിമകൾ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത ഒരാളെ അത്രയും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ തോന്നിയ ഒരാൾ അയാളാണ്. അതിൽ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാ ആൾക്കാരും. അത് എൻ്റെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ അതിന് കാരണമായിട്ടുണ്ടെന്ന് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിൽ വർക്ക് ചെയ്തവരുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു അപ്രിസിയേഷൻ ആണല്ലോ. നിങ്ങൾക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടി, അതും വിഷുദിനത്തിൽ. ലാലേട്ടൻ ഫോൺ മുഖേന മോനെ ഹാപ്പി വിഷു, വാഴയുടെ സക്സസിൽ അല്ലേ? ഒന്നാമത് ഞങ്ങളിങ്ങനെ ലൈവ് ഇന്റർവ്യൂ ഒക്കെ വളരെ കുറവായിരുന്നു. ഇതിന് മുമ്പ് അച്ചു ചേച്ചിയോട് ഞങ്ങൾ ഇന്റർവ്യൂവിന് പോയിട്ട്, അതും ചേച്ചി ന്യൂസ് 18 അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള ഹോളൊക്കെ അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു. ലൈവ് പോകാൻ ഭയങ്കര പേടി, എനിക്കാണെങ്കിലും പേടി, ഇവന് അതിനേക്കാളും പേടി. കണ്ണൻ ലൈവ് പൊങ്ങിയാണ്. ഫോട്ടോ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഒന്ന് നിന്നുകൊണ്ടുള്ള പരിപാടിയാണ്. നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയുന്നില്ല. അപ്പം ഞങ്ങളവിടെ ചെന്ന് നിന്ന് ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പുള്ളിക്കാർ കോള് വന്നത്.
ഇവരിങ്ങനെ പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് വിഷു എനിക്ക് ലാലേട്ടൻ പറയും ഞങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് വിചാരിക്കാന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഒരു സ്പീക്കറിൽ നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ വരുവാ ലാലേട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നു ഈ സൗണ്ട് എവിടെ നിന്നാണെന്നുള്ള ടെൻഷനാണ് ഞങ്ങൾക്ക് മൊത്തം ലാലേട്ടൻ അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ലാലേട്ടനായിരിക്കില്ല സൗണ്ട് കേൾക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ സംഭാഷണം. ഞങ്ങൾ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചു ഇത് ശരിക്കും. അപ്പം ഞങ്ങൾ അറിയുന്നൊരു മൂമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഒരു മോണിറ്റർ ഉണ്ട്. ആ മോണിറ്ററിൽ ഇങ്ങനെ നമ്മൾ ടി വിയിൽ ന്യൂസ് കാണുമ്പോൾ ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ കാണില്ല ചെറിയൊരു അത് ഏറ്റവും ലാസ്റ്റിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു സ്ഥലത്ത് ഈ സാധനം കിട്ടുന്നത്. അപ്പോഴത്തേക്ക് പക്ഷേ ആള് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. ഞങ്ങൾക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. ഒരു ആളോട് ഒരു 100 അല്ല 1000 വിഷു പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് മേടിച്ചില്ലാതായി പോയി. പിന്നെ ആളുടെ സൗണ്ടുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് എന്തായി സംഭവം എന്ന് അറിയത്തില്ല. ഏതായാലും നല്ല കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അഭിനന്ദനമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ വർക്ക് അത് തന്നെ വലിയൊരു സക്സസ് ആയിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള കൂടുതൽ സക്സസ്സുകൾ ഉണ്ടാവട്ടെ. സോഷ്യലി ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഇത്തരം സിനിമകൾ ഇനിയും എടുക്കണം. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.